ബോണപ്പാർട്ടിന്റെ നേതൃത്വത്തിൽ 1798 മിസ്രില് ഫ്രഞ്ച് അധിനിവേശം നടന്നിട്ടുണ്ട്. 1798 മിസ്രില് നെപ്പോളിയൻ ബോണപ്പാർട്ടയുടെ നേതൃത്വത്തിലാണ് ഫ്രഞ്ച് അധിനിവേശം നടന്നിട്ടുള്ളത്. അസ്ബഹ മുഹമ്മദ് അലി ബാഷ ബാനി മിസ്രുൽ ഹദീസ. മോഡേൺ മിസ്രിന്റെ നിർമ്മാതാവായിട്ട് അറിയപ്പെടുന്നത് മുഹമ്മദ് അലി ബാഷയാണ്. അദ്ദേഹം അവിടെയുള്ള ഒരുപാട് വൈജ്ഞാനിക വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ കൃഷി സംബന്ധമായിട്ടുള്ള സ്കൂളുകള്, അതുപോലെ തന്നെ വൈജ്ഞാനിക ഗവേഷണങ്ങള്, നിയോഗങ്ങള് എല്ലാം നടത്തിയിട്ടുണ്ട്. അസസ മുഹമ്മദ് അലി ബാഷ മദ്രസത്തുൽ അൽസൂൻ ലി ഇസ്ഹാമി നഷ്റത്തി ഹറക്കത്തു തർജമ വതവല്ല ഇദാറത്തുഹ റിഫാഅത്ത് അഫ്താവി. മുഹമ്മദ് അലി ബാഷയാണ് മദ്രസത്തുൽ അൽസുനെ സ്ഥാപിക്കുന്നത്. അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ പങ്കാളിത്തവും റിഫാ റാഫിഅത്ത് അഫ്താവിയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഈ മുഹമ്മദ് അലി ബാഷ ഉണ്ടാക്കിയ മദ്രസത്തുൽ അൽസുനെ ട്രാൻസ്ലേഷൻ മൂവ്മെന്റ്, ഹറക്കത്തു തർജമയുടെ വളർച്ചയ്ക്ക് വളരെയധികം കാരണമായി തീർന്നിട്ടുണ്ട്. അസസ അവ്വലു മത്ബഅ ഫിൽ ആലമുൽ അറബി ഹിയ മത്ബഅത്തു ദീർ ഖസ്ഹിയ ഫി തൊറാബിൽസ്. 1610 തൊറാബിൽസിലെ ദീർ ഖസ്ഹിയ എന്ന് പറയുന്ന മത്ബഅയാണ് ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സായിട്ട്, അറബി ലോകത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സായിട്ട് അറിയപ്പെടുന്നത്. മത്ബഅത്തു അൽ ബത്രീഖ്, പിന്നെയുള്ള വരുന്ന ഒരു പ്രിന്റിംഗ് പ്രസ്സാണ് മത്ബഅത്തുൽ ബത്രീഖ് എന്ന് പറയുന്നത്. 1702 സ്ഥാപിതമായിട്ടുള്ളത്. അസസു മത്ബഅത്തുൽ അമീരിയ അവിൽ മത്ബഅത്തു ബൂലാഖ് അലാ യദി മുഹമ്മദ് അലി ബാഷ. മുഹമ്മദ് അലി ബാഷയുടെ കരങ്ങളാലാണ് മത്ബഅത്തുൽ അമീരിയ അല്ലെങ്കിൽ മത്ബഅത്തു ബൂലാഖ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. 1822 അവ്വലു സഹാഫ ഫിൽ ആലമിൽ അറബി നഷ്റഹ നെപ്പോളിയൻ ബോണപ്പാർട്ടെ ബിഇസ്മി അത്തൻബീഹ്. നെപ്പോളിയൻ ബോണപ്പാർട്ടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള അറബി ലോകത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് അത്തൻബീഹ് ആണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടയാണ് അതിന്റെ ഉടമ. അത്തൻബീഹ് 1800 അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നഷറ സൊഹീഫത്തു അൽ വഖാഇൽ മിസ്രിയ. എന്നാൽ മുഹമ്മദ് അലി ബാഷ അൽ വഖാഇൽ മിസ്രിയ പബ്ലിഷ് ചെയ്യുന്നത് 1828 ഈ ഇയർ ഇമ്പോർട്ടന്റ് ആണ്. വഖാഇൽ മിസ്രിയ മുഹമ്മദ് അലി ബാഷയാണ് ഉണ്ടാക്കുന്നത്. 1828 ഇതാണ് അറബിയിലെ ആദ്യത്തെ പത്രമായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. വഖാഇൽ മിസ്രിയ 1828. ജേണൽ ഹുദൈവി ഹുവ ഇസ്മുൽ ഖദീമുൽ വഖാഇൽ മിസ്രിയ. വഖാഇൽ മിസ്രിയ പഠിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് ജേണൽ ഹുദൈവി എന്നായിരുന്നു. അത് തുർക്കി ഭാഷയിലായിരുന്നു പബ്ലിഷ് ചെയ്തിരുന്നത്. തസ്ദറ ഖലീൽ അൽ ഖൂരി ഹദീഖത്തുൽ അഖ്ബാർ ഹുവ അവ്വലു സഹാഫുൽ അറബിയ ഫി ലബ്നാൻ. ലബ്നാനിലെ ആദ്യത്തെ അറബി പത്രം എന്നറിയപ്പെടുന്നത് ഹദീഖത്തുൽ അഖ്ബാർ ആണ്. അതിന്റെ സാഹിബ് ഖലീൽ അൽ ഖൂരിയാണ്. 1858 അത് പബ്ലിഷ് ചെയ്യുന്നത്. അവ്വലു സഹീഫ അൽ അറബിയ അൽ ഇലക്ട്രോണിയ അൽ ജരീദ. ആദ്യത്തെ ഇലക്ട്രോണിക് പത്രം അറിയപ്പെടുന്നത്, അറബി പത്രം എന്നുള്ളത് അൽ ജരീദയാണ്. 2000 അത് സ്ഥാപിക്കുന്നത്. അബുദാബിയിൽ നിന്നുള്ള ഒരു ഇലക്ട്രോണിക് അറബി പത്രമാണ് അൽ ജരീദ എന്ന് പറയുന്നത്. ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മുടെ പത്രങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ചെറുതായിട്ട് ഒരു മോഡേൺ റിനൈസൻസിനെ കുറിച്ചിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്കൊരു ചോദ്യം നോക്കാം. എല്ലാവരും മാക്സിമം ഉത്തരം ചെയ്യാം. അവ്വലു ജരീദ അറബിയ തുസ്ദറു ഫി ലുഗത്തിൽ അറബിയ. അറബി ഭാഷയിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ആദ്യത്തെ അറബി പത്രം ഏതാണ്? ജരീദത്തു അൽ മസാ, അൽ ഹിലാൽ, അൽ അഹ്റാം, അൽ വഖാഇൽ മിസ്രിയ. നോക്കാം, എല്ലാവരുടെയും ആൻസേഴ്സ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. ആദ്യത്തെ അറബി ഭാഷയിലുള്ള പത്രം അറിയപ്പെടുന്നത് അൽ വഖാഇൽ മിസ്രിയാണ്. ഇനി നമുക്ക് പോയട്രി നോക്കാം. അശ്ശുഅറാ ഫി അസ്രി ഹദീസ്. ആധുനിക കാലഘട്ടത്തിലെ കവികളെ കുറിച്ചാണ് നോക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ആധുനിക കാലഘട്ടം തുടങ്ങുമ്പോൾ മഹ്മൂദ് സാമിയൽ ബഹറൂദി എന്ന് പറയുന്ന പ്രശസ്ത കവിയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മളിപ്പം ഇംറുൽ ഖൈസിനെയാണ് ജാഹിലിയ കാലഘട്ടം തുടങ്ങുന്നത്. അബ്ബാസി കാലഘട്ടം ആണെങ്കിൽ നമ്മൾ പറയല്ലേ, നമ്മൾ ആരെയാണ് പറയല്? അബ്ബാസി കാലഘട്ടം തുടങ്ങുമ്പോ ഷുറാൽ മുവല്ലിദിന്റെ ഇതായിട്ട് അറിയപ്പെടുന്നത്
അതെ, ബഷാർ ബിൻ ബുർദാണ്. അങ്ങനെ നമ്മള് അസ്റുൽ ഹദീസിൽ ആദ്യം തുടങ്ങുന്നത് മഹ്മൂദ് സാമി അൽ ബാറൂദിയെ കൊണ്ടാണ്. 1839 അദ്ദേഹം ജനിക്കുന്നത്. 1904 മരണപ്പെടുന്നത്. റായിദു ഷീറുൽ അറബിൽ ഹദീസ്, ആധുനിക അറബി കവിതയുടെ റായിദായിട്ട് അറിയപ്പെടുന്നത് മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. അദ്ദേഹം ഒരു മിസ്റുകാരനാണ്. ഷെർക്കസിൽ അസ്ല് മാതാബൂഹു വഹുവ സബ്അ സിനീൻ, അദ്ദേഹത്തിന്റെ അസ്ല് എന്ന് പറയുന്നത് ഷെർക്കസി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 7 വയസ്സാകുന്ന സമയത്ത് പിതാവ് മരണപ്പെടുന്നുണ്ട്. റബ്ബു സൈഫി വൽ ഖലം, വിസാറത്തുൽ ഹർബിയ, റഈസുൽ വുസറാ. റബ്ബു സൈഫി വൽ ഖലം അല്ലെങ്കിൽ സോയിബു സൈഫി വൽ ഖലം എന്നുള്ള പേരിലൊക്കെ മഹ്മൂദ് സാമിൽ ബാറൂദിയെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിസാറത്തുൽ ഹർബിയയിലും റഈസുൽ വുസറ എന്ന് പറയുന്ന ആ ഒരു ചുമതലയൊക്കെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. നുഫിയ ഇല ശ്രീലങ്ക ഔ സറന്ദീപ് 1882 അല്ലെങ്കിൽ 1883 കാണലുണ്ട്. അദ്ദേഹത്തെ ശ്രീലങ്കയിലേക്ക് നാടകപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ശ്രീലങ്കയെ നമുക്ക് ശ്രീലങ്ക എന്നോ അല്ലെങ്കിൽ സറന്ദീപ് എന്നോ അല്ലെങ്കിൽ സീലാൻ എന്നൊക്കെ കാണലുണ്ട്. അപ്പൊ മഹ്മൂദ് സാമിൽ ബാറൂദി നാട് കടത്തിയിട്ടുള്ളത് ശ്രീലങ്കയിലേക്കാണ്. വലുവല്ല ഫി മൻഫ സബ് അഷ്റ സനവാത്തിൻ, അങ്ങനെ അദ്ദേഹം നാട് കടത്തപ്പെട്ട ഈ ശ്രീലങ്കയിൽ 17 വർഷത്തോളം അവിടെ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തുകൾ നോക്കാം. മിൻ മുഅല്ലഫാത്തിഹി ദീവാനുൽ ബാറൂദി, ഖൈദുൽ അവാബിദ്. ഖൈദുൽ അവാബിദ് എപ്പോഴും ചോദിക്കുന്നതാണ്. മുഖ്താറത്തുൽ നസ്ർ, അതൊരു നസ്ർ ആയിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു ഷായറാണെങ്കിലും നസ്റിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ഖൈദുൽ അവാബിദ് എന്ന് പറയുന്നത്. കശ്ഫുൽ ഉമ്മ ഫി മദിഹി സയ്യിദിൽ ഉമ്മ, അത് അദ്ദേഹത്തിന്റെ മറ്റൊരു രചനയാണ്. ഖാലിബുൽ ബൂസൂരി, ഇമാം ബൂസൂരിയുടെ ആ ഒരു കസീദയോടനുബന്ധിച്ച് ഇദ്ദേഹം എഴുതിയതാണ് കശ്ഫുൽ ഉമ്മ ഫി മദിഹി സയ്യിദിൽ ഉമ്മ എന്നുള്ളത്. അതിൽ 346 ബൈത്തുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് മുഅല്ലഫാത്ത് മഹ്മൂദ് സാമിൽ ബാറൂദിക്കുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അഹ്മദ് ഷൗക്കി. അഹ്മദ് ഷൗക്കി 1868 ജനിക്കുന്നു. 1932 മരണപ്പെടുന്നു. അമീർ ഷുറാവ് ഫിൽ അസ്ൽ ഹദീസ് എന്നുള്ള പേരിലാണ് അഹ്മദ് ഷൗക്കി അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഒരു മിസ്റുകാരനാണ്. ഷായറുൽ ഹുദൈബി അബ്ബാസ് സാനി, ഹുദൈബി അബ്ബാസ് സാനിയുടെ കവിയായിട്ട് അറിയപ്പെട്ടിരുന്നതാണ് അഹ്മദ് ഷൗക്കി. നുഫൈല ഇസ്ബാനിയ, ബാറൂദിയെ ശ്രീലങ്കയിലേക്കാണ് നാട് കടത്തിയതെങ്കിൽ അഹ്മദ് ഷൗക്കിയെ നാട് കടത്തുന്നത് സ്പെയിനിലേക്കാണ്. ഇസ്ബാനിയ എന്നല്ലെങ്കിൽ ഉന്ദുലുസ് എന്നൊക്കെ നമുക്ക് കാണാം. റസ മൗലാന മുഹമ്മദ് അലി, അഹ്മദ് ഷൗക്കി മൗലാന മുഹമ്മദ് അലിക്ക് വിലാപകാവ്യം രചിച്ചിട്ടുണ്ട്. മസല മിസ്റു ഫി മുഅ്തമിൽ മുസ്തശ്രിക്കീൻ ഫി ജനീവ, 1894 സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലെ ഓറിയന്റലിസം കോൺഫറൻസിൽ മിസ്റിന്റെ പ്രതിനിധിയായിട്ട്, മിസ്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്നിരുന്നത് അഹ്മദ് ഷൗക്കിയാണ്. 1894 ആ ഒരു കോൺഫറൻസ് നടക്കുന്നത്. അവിടെ മിസ്റിന്റെ പ്രതിനിധിയായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അഹ്മദ് ഷൗക്കിയാണ്. മുഹദ്ദിസു ഷേറു തംസീലി ഹാജമഹു അൽ അക്കാദ്, ഷേറു തംസീലി അതിന്റെ മുഹദ്ദിസ് ആയിട്ട് അറിയപ്പെടുന്നത് അഹ്മദ് ഷൗക്കിയാണ്. അതുപോലെ നമുക്കറിയാം അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദും അബ്ദുൽ ഖാദിർ അൽ മാസിനിയും കൂടി എഴുതിയ ഒരു രചനയാണ് അദ്ദീവാൻ എന്ന് പറയുന്നത്. അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് അഹ്മദ് ഷൗക്കി ഒരുപാട് എതിർത്തിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് അഹ്മദ് ഷൗക്കിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദീവാനിൽ എഴുതിയിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. നമുക്കറിയാം ഷീറു തംസീലിയില് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഹ്മദ് ഷൗക്കി. അദ്ദേഹത്തിന് 6 ഷീറു തംസീലിയാണ് ഉള്ളത്. മസ്റോ കിലോപേട്ര, കുംബീസ്, അലി ബിക്ക കബീർ, മജ്നൂൻ ലൈല, അൻതറ, അസിത്തു ഹുദ. ഇതിൽ ആദ്യം പറഞ്ഞ 5 എണ്ണം മഹസാത്താണ്, അതായത് ട്രാജഡികളാണ്. എന്നാൽ അവസാനം പറഞ്ഞ അസിത്തു ഹുദ എന്നുള്ളത് മൽഹാത്താണ്, ഒരു കോമഡി രൂപത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഷീറു തംസീലിയാണ്. ഇത് എക്സാമിൽ ചോദിക്കലുണ്ട്, അഹ്മദ് ഷൗക്കിയുടെ ഷീറു തംസീലിയിൽ മൽഹാത്തിൽ പെടുന്നത് ഏതാണെന്ന്. ഇനി അദ്ദേഹത്തിന്റെ മറ്റു രചനകളാണ് അബുൽ ഹൗല്, അൽ ഹംസത്തുൻ നബവിയ, അസ്വാഖുൽ ദഹബ്, നെഹ്ജുൽ ബുർദ, അമീറത്തുൽ ഉന്ദുലുസ്, വറക്കത്തു ആസ്, അദ്റാഉൽ ഹിന്ദ്, ദുവലുൽ അറബ്, ഉലമാഉൽ ഇസ്ലാം എന്നുള്ളതൊക്കെ. ഇനി നമുക്കറിയാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കവിയാണ് അഹ്മദ് ഷൗക്കിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന കവിയാണ് ഹാഫിൾ ഇബ്രാഹിം.
ഏത് വിഷയത്തിലാണ് അഹമ്മദ് ഷൗക്കിയും ഹാഫിൽ ഇബ്രാഹിമും ഒരേ രീതിയിൽ ഉണ്ടായിരുന്നത്? ഏതോ ഒരു വിഷയത്തിൽ ഇവരുടെ രണ്ടാളുടെയും ഫീച്ചർ ഒരേപോലെ ആയിരുന്നില്ലേ? ഏത് വിഷയത്തിലായിരുന്നു, ഓർമ്മ ഉണ്ടോ? അതെ, ഡെത്ത് ഡേറ്റ്, അതായത് മരണവർഷത്തിലാണ്. ഹാഫിൽ ഇബ്രാഹിം ജനിക്കുന്നത് 1870-ലാണ്, മരണപ്പെടുന്നത് 1932-ലാണ്. ഷാഇറുൻ നീൽ, ഷാഇറു ഷാബ്, ഷാഇറുൽ മുജ്തമിർ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെട്ട വ്യക്തിയാണ് ഹാഫിൽ ഇബ്രാഹിം. ഉലിദ ഫി ദൈറൂത്ത്, മിസ്റിലെ ദൈറൂത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. തഹറജ ഫിൽ മദ്രസത്തിൽ ഹർബിയ, മദ്രസത്തിൽ ഹർബിയയിൽ നിന്ന് ഇദ്ദേഹം ഗ്രാജുവേറ്റ് ആയി. ഉർസിലയിലെ സൂഡാൻ മൽ ഹംലത്തുൽ ഫറൻസിയ, ഫ്രഞ്ച് സൈന്യത്തോടൊപ്പം ഹാഫിൽ ഇബ്രാഹിമിനെ സുഡാനിലേക്ക് അയക്കപ്പെട്ടു. തഅസ്സറ ബി മുഹമ്മദ് അദ്ദ, മുഹമ്മദ് അദ്ദയെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിയാണ് ഹാഫിൽ ഇബ്രാഹിം. ഖസാഇദുഹു ഖസീദത്തു ദുൻശുവായ്, ഹാലത്തുൽ ലുഗൽ അറബിയ്യ, ലയാലി സത്തീഹ്. പ്രധാനപ്പെട്ട രചനകൾ അവിടെ കൊടുത്തിട്ടുള്ളത് ഖസീദത്തു ദുൻശുവായ്, ഹാലത്തുൽ ലുഗൽ അറബിയ്യ, ലയാലി സത്തീഹ്. ഇവിടെ ലയാലി സത്തീഹ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മക്കാമ രൂപത്തിൽ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. ഇനി അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷൻ വർക്കുകളാണ് പറയുന്നത് ബുഅസാ, മാക്ബത്ത് എന്നുള്ളത്. ബുഅസാ അദ്ദേഹം ഫ്രഞ്ച് ലാംഗ്വേജിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുള്ളതാണ്. ഇനി മറ്റൊരു വ്യക്തിയാണ് ഖലീൽ മത്രാൻ. 1872 ജനിക്കുന്നു, 1949 മരണപ്പെടുന്നു. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മിസ്റുകാരാണെങ്കിൽ ഖലീൽ മത്രാൻ ഒരു ലബനാൻകാരനാണ്. ഷാഇറുൽ ഖുത്രൈൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ രണ്ട് നാടുകൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് മിസ്റും പിന്നെ ലബനാനുമാണ്. ഷാഇറുൽ മൽഹമ, ഇതിഹാസ കവി എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. മിസ്റിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിൽ കൂടി അദ്ദേഹം മരണപ്പെടുന്നത് ലബനാനിലാണ്. അതിനാണ് ഒരുപാട് കാലം അദ്ദേഹം ലബനാനിൽ താമസിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിനെ ഷാഇറുൽ ഖുത്രൈൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ലബനാനിലെ കവിയായിരുന്നു, അതുപോലെ തന്നെ മിസ്റുകാരുടെയും കവിയായിരുന്നു. ഒരുപാട് കാലം അദ്ദേഹം നേരെ തിരിച്ചാണ്, ഒരുപാട് കാലം അദ്ദേഹം മിസ്റിൽ താമസിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മിസ്റുകാരുടെ കവിയും പിന്നെ ജന്മനാടായ ലബനാനിലെ കവിയായിരുന്നു. അങ്ങനെയാണ് ഷാഇറുൽ ഖുത്രൈൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ലബനാനിലെ ബഅലബക്കിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഉമ്മുഹു ഫിലസ്തീനിയ, ഉമ്മ ഫലസ്തീൻകാരിയായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് അൽ മസാ, മിർആത്തുൽ അയ്യാം, അൽ ജനീനു ഷഹീദ്, ആസാറു ബഅലബക്, അൽ അസദുൽ ബാക്കി, ഫൻജാൻ ഖഹ്വ, ഫതാത്തുൽ ജബൽ, അൽ അസ്വദ് എന്നുള്ളത്. ഇനി ഇദ്ദേഹം ഒരുപാട് ട്രാൻസ്ലേഷൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അക്ടീൽ എന്ന് പറയുമ്പോൾ ഒതെല്ലോയാണ്, ഹാംലെറ്റ്, മാക്ബത്ത്, അത്താജുൽ ബുന്ദുഖിയ, മെർച്ചന്റൈൻ ഓഫ് വെനീസ് എന്ന് പറയുന്നത്. ഇത്രയും ഇദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷൻ വർക്കുകളാണ്. ഇനി മഅറൂഫ് അർ റുസാഫി 1875 ജനിക്കുന്നു, 1945 മരണപ്പെടുന്നു. ഇദ്ദേഹം ഒരു മിസ്റുകാരനല്ല. മഅറൂഫ് റുസാഫി ഒരു ഇറാഖി പോയറ്റ് ആണ്. ഇറാഖിലെ ബഗ്ദാദിലെ റുസാഫ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. അബിൻ കുർദിയിൻ വ ഉമ്മ തുർക്കുമാനിയും, ഉപ്പ കുർദിയാണ്, ഉമ്മ തുർക്കുമാനിയാണ്. സാഹിബ് മഹ്മൂദ് ശുക്രിയ ലാലൂസി ഇസ്നാഅശറ സന, 12 വർഷത്തോളം, അല്ലെങ്കിൽ നമുക്ക് 13 എന്നും കാണാൻ സാധിക്കലുണ്ട്. 13 വർഷത്തോളം മഹ്മൂദ് ശുക്രിയ ലാലൂസിയുമായിട്ട് കൂട്ടുകൂടിയ ഒരു വ്യക്തിയാണ് മഅറൂഫ് റുസാഫി. ഷാഇറുൽ ഖസസ് എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മുഅല്ലഫാത്തുഹു, മഅറൂഫ് റുസാഫിയുടെ പ്രധാനപ്പെട്ട രചനകളാണ് ആറാഉ അബിൽ അല, അല ബാബി സിജ്നി അബിൽ അല, തമാഇമു തർബിയ വ തഅലീം, അൽ ഹജ്ന എന്നുള്ളതൊക്കെ. അബുൽ ഖാസിം ഷാബിയാണ് അടുത്ത വ്യക്തി. അബുൽ ഖാസിം ഷാബി തുനീഷ്യക്കാരനാണ്. 1909 ജനിക്കുന്നു, 1934 മരണപ്പെടുന്നു. ചെറുപ്രായത്തിലെ മരണപ്പെട്ട ആധുനിക കാലഘട്ടത്തിലെ ഒരു കവിയാണ് അബുൽ ഖാസിം ഷാബി. ഷാഇറുൽ ഖൽറ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തുനീഷ്യയിലെ തൂസർ എന്ന് പറയുന്ന സ്ഥലത്ത് ഷാബായിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹസലാല ഇജാസ് തത്വീർ മിൻ ജാമിഅത്തി സൈത്തൂനിയ, 1924 സൈത്തൂനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ഇജാസത്ത് തത്വീർ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് അഗാനിൽ ഹയാത്ത്, ഇറാദത്തുൽ ഹയാത്ത്, ജദുവലുൽ ഹുബ്ബ്, അൽ ഹയാലു ഷഅരി ഇൻദൽ അറബ്. അഗാനിൽ ഹയാത്ത് അബുൽ ഖാസിം ഷാബിയുടേതാണ്. കിതാബുൽ അഗാനി ആരുടേതാണ്?
അസ്ഫഹാനി. അതെ, അബുൽ ഫറജ് അൽ അസ്ഫഹാനിയുടേതാണ് കിതാബുൽ അഗാനി. അഗാനി മിഹിയാറു ദിമഷ്ക് എന്ന് പറയുന്നതോ അഗാനി മിഹിയാറു ദിമഷ്ക്. അതെ, അഡോണിസ്. ഇങ്ങനെ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. അഗാനി ഹയാത്ത് അബുൽ ഖാസിം ഷാബിയുടേത്, കിതാബുൽ അഗാനി അബുൽ ഫറജുൽ അസ്ഫഹാനിയുടേത്. എന്നാൽ അഗാനി മിഹിയാറു ദിമഷ്ക് എന്ന് പറയുന്നത് അഡോണിസിന്റേതാണ്. ഇനി മറ്റൊരു കവിയാണ് ആയിഷ അത്തൈമൂരിയ. 1840 ജനിക്കുന്നു, 1902 മരണപ്പെടുന്നു. ഉലിദ ഫിൽ ഖാഹിറ, കെയ്റോയിലാണ് ഇവർ ജനിക്കുന്നത്. ഉഖ്തു അഹ്മദ് തൈമൂർ, അഹ്മദ് തൈമൂറിന്റെ സഹോദരിയാണ്. ദീവാനുഹ, ഇവരുടെ ദീവാനെ ഹില്യത്തു തിറാസ് ഫിൽ അറബിയ വ കശൂഫ ഫി തുർക്കിയ. അറബിയിലുള്ളത് ഹില്യത്തു തിറാസ് എന്ന് പറയുന്നതാണ്, തുർക്കി ഭാഷയിലുള്ളത് കശൂഫ എന്ന് പറയുന്നതാണ്. ഇനി നാസിഖുൽ മലായിക 1923 ജനിക്കുന്നത്, 2007 മരണപ്പെടുന്നത്. റായിദു ഷീറിൽ ഹുർ, റായിദത്തു ഷീറിൽ ഹുർ എന്നൊക്കെ കാണാം. ഇവിടെ നമ്മൾ ചില ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ബദർ ഷാക്കിർ സയ്യാബ് ഇല്ലാതിരിക്കലുണ്ട്. എങ്കിലും റായിദു ഷീറിൽ ഹുർ എന്നാണ് ക്വസ്റ്റ്യൻ വരല്. അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് നാസിഖുൽ മലായിക്കയെ ചൂസ് ചെയ്യാം. ഇനിയിപ്പം ബദർ ഷാക്കിർ സയ്യാബും നാസിഖുൽ മലായിക്കും ഒക്കെ ഉണ്ടായിട്ട് റായിദ് ഷീറിൽ ഹുർ എന്നാ ചോദിക്കുന്നെങ്കിൽ നമുക്ക് ബദർ ഷാക്കിർ സയ്യാബ് ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്. റായിദത്താണെങ്കിൽ ഷുവറാണ്, നാസിഖുൽ മലായിക്കയാണ്. ഉലിദത്ത് ഫിൽ ആക്കൂലിയ ബി ബഗ്ദാദ്, ഇറാഖി കവിയത്രിയാണ്. ഇറാഖിലെ ബഗ്ദാദിലെ ആക്കൂലിയയിലാണ് ജനിക്കുന്നത്. അവ്വലു ഷീറുൽ ഹുർ അൽ കോളറ, നാസിഖുൽ മലായിക്കയുടെ ആദ്യത്തെ ഷീറുൽ ഹുർ എന്ന് പറയുന്നത് കോളറയാണ്. മജ്മുഅത്തിഹ ശഅരിയ, കവിതാ സമാഹാരങ്ങളാണ് ആഷിഖത്തുൽ ലൈല്, ഷലായ റുമാദ്, ഖറാറത്തുൽ മൂജ, ഷജറത്തുൽ ഖമർ എന്നുള്ളത്. ഇനി അവരുടെ മുഅല്ലഫാത്ത്, മറ്റു രചനകളാണ് ഖലായ അശ്ശഉൽ ഹദീസ്, സൈക്കോളജിയത്തു അശ്ശഉർ എന്നുള്ളത്. ബദർ ഷാക്കിർ സയ്യാബും ഇറാഖി പോയറ്റാണ്. 1926 ജനിക്കുന്നു, 1964 മരണപ്പെടുന്നു. അഹദ് മുഅസ്സിസി അശ്ശീറുൽ ഹുർ, ഷീറുൽ ഹുറിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ബദർ ഷാക്കിർ സയ്യാബ്. റായിദ് ഷീറുൽ ഹുർ എന്നാണ് അറിയപ്പെടുന്നത്. ഉലിദ എന്നാണ്. ഉലിദ ഫിൽ ബസറ, ഇറാഖിലെ ബസറയിലാണ് ബദർ ഷാക്കിർ സയ്യാബ് ജനിക്കുന്നത്. അൽ കുത്തുബ് ഷഅരിയ, അദ്ദേഹത്തിന്റെ കവിതകളാണ് ഇവിടെ പറയുന്നത്. അസ്ഹാറുൽ റാബില, അസാത്തീർ, ഹഫാറുൽ ഖുബൂർ, ഇഖ്ബാൽ, അൽ മൂമിസുൽ ഉമ്യാ, അൽ അസ്ലിഹത്തു വൽ അത്ഫാൽ, ഉൻഷൂദത്തുൽ മത്തർ, അൽ മഅബദുൽ ഗരീഖ് എന്നുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഉൻഷൂദത്തുൽ മത്തർ ബദർ ഷാക്കിർ സയ്യാബിന്റേതാണ്. ഉൻഷൂദത്തുൽ ഔദ ആരുടേതാണ്? ബാറൂദി. അതെ, ഉൻഷൂദത്തുൽ ഔദ മഹ്മൂദ് സാമിയൽ ബാറൂദിയുടേതാണ്. രണ്ടും മാറിപ്പോകരുത്. ഉൻഷൂദത്തുൽ മത്തർ ആണ് ബദർ ഷാക്കിർ അസ്സയ്യാബിന്റേത്. മഹ്മൂദ് ദർവേഷ് 1941 ജനിക്കുന്നത്, 2008 മരണപ്പെടുന്നത്. ഒരു ഫലസ്തീനി കവിയാണ് മഹ്മൂദ് ദർവേഷ്. ഫലസ്തീനിലെ ബർവ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മനാടായിട്ടുള്ള ഫലസ്തീൻ ഉപേക്ഷിച്ച് നാട് കടത്തപ്പെട്ട സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം അധിനിവേശ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായ സമയത്ത് ലബനാനിലേക്കാണ് മഹ്മൂദ് ദർവേഷ് പോകുന്നത്. മുഅല്ലഫാത്തുഹു, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഔറാഖു സൈത്തൂൻ, സരീറുൽ ഗർബിയ, അസാഫീറുൽ ബിലാ അജ്ലിഹ. ഇനി അദ്ദേഹത്തിന്റെ നസരി ആയിട്ടുള്ള വർക്കുകളാണ് മദാഹിബുൽ അദബിയ, വശൈഉൻ അനിൽ വത്തൻ, വിദാഅൻ അയ്യുഹസ്സലാം എന്നുള്ളത്. ഇനി ഇദ്ദേഹം ഒരു ഇറാഖി പോയറ്റ് തന്നെയാണ്. അബ്ദുൽ വഹാബ് അൽ ബയാത്തി എന്ന് പറയുന്ന കവി 1926 ജനിക്കുന്നു, 1999 മരണപ്പെടുന്നു. മിൻ റുവാദി ഷീറുൽ ഹുർ, നാസിഖുൽ മലായിക, ബദർ ഷാക്കിർ സയ്യാബ്, അബ്ദുൽ വഹാബ് അൽ ബയാത്തി ഇവരെല്ലാം ഷീറുൽ ഹുറിന്റെ ആളുകളാണ്. ഷാഇർ വ അദീബിൻ ഇറാഖിയിൽ ഉലിദ ഫി ബഗ്ദാദ്, ഇറാഖിലെ ബഗ്ദാദിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. മിൻ ദവാവീനിഹി, അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ് മലായികത്തു വശയാത്വീൻ, കലിമാത്തുൻ ലാ തമൂത്, അഷ്ആറു ഫിൽ മൻഫ എന്നുള്ളത്. അബ്ദുൽ വഹാബ് അൽ ബയാത്തിയുടെ മസ്രഹിയത്താണ് മഹാകമത്തു ഫി നൈസാബൂർ എന്നുള്ളത്.
ഇനി നമുക്കറിയാം ഉമർ അബു രീഷ, അദ്ദേഹം ഒരു അംബാസിഡർ ആയിരുന്നു, ഒരു സഫീർ ആയിരുന്നു. നമ്മുടെ മോഡേൺ ലിറ്ററേച്ചറിലെ പോയറ്റുകളെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും സഫീർ എന്നുള്ള വാക്ക് നമുക്ക് പഠിക്കേണ്ടത് ഉമർ അബു രീഷയിലാണ്. 1910 ജനിക്കുന്നു, 1990 അദ്ദേഹം മരണപ്പെടുന്നു. ഷാഇറുൻ സൂരിയൻ ഉലിദ ബി മദീനത്തി ഹൽബ്, ഒരു സിറിയൻ പോയറ്റ് ആണ്. അദ്ദേഹം ഹൽബിലാണ് ജനിക്കുന്നത്. മസല ദൗലത്തുഹു, അദ്ദേഹത്തിന്റെ നാട്ടുകാർ അല്ലെങ്കിൽ നാട് അദ്ദേഹത്തെ സഫീറും ഫിൽ ഹിന്ദ് ആൻഡ് നിംസ അൽ ബ്രസീൽ അൽ അർജന്റീന, നിംസ്, ഇന്ത്യ, ബ്രസീൽ, അർജന്റീന എന്ന നാടുകളിലെ സിറിയയുടെ പ്രതിനിധിയായിട്ട് അംബാസഡർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ഉമർ അബു രീഷ എന്ന് പറയുന്നത്. സിറിയയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവിടുത്തെ അംബാസഡർ ആയി ഉണ്ടായിരുന്നത് ഉമർ അബു രീഷയായിരുന്നു. ഇന്ത്യയുടെയും അതുപോലെ തന്നെ നിംസ, ബ്രസീൽ, അർജന്റീന എന്നുള്ള സ്ഥലങ്ങളിൽ. അഴ്മാൽ അദബിയ, അദ്ദേഹത്തിന്റെ ലിറ്റററി വർക്കുകളാണ് മസ്രഹിയത്തു താജ്മഹൽ, അത്തൂഫാൻ, സെമീറാമിസ്, ഖാത്തിമത്തുൽ ഹുബ്ബ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഖാത്തിമത്തുൽ ഹുബ്ബ് എന്നുള്ളത് ഉമർ അബു രീഷ ഒരു സ്ത്രീയെ വിവാഹാലോചന നടത്തിയിരുന്നു. നൂർമ എന്ന പേരുള്ള ഒരു സ്ത്രീയെ വിവാഹാലോചന നടത്തിയിരുന്നു. അതിനുശേഷം അങ്ങനെ വിവാഹം കഴിക്കാൻ സാധിക്കാതെ അവൾ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഉമർ അബു രീഷ ഖാത്തിമത്തുൽ ഹുബ്ബ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വർക്ക് എഴുതുന്നത്. ഇരിസായിലുള്ള ഒരു കവിതയാണ് ഖാത്തിമത്തുൽ ഹുബ്ബ് എന്നുള്ളത്. ഉമർ അബു രീഷ നൂർമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരിലാണ് വിലാപകാവ്യം രചിക്കുന്നത്. മറ്റൊരു കവിയാണ് നസാർ ഖബ്ബാനി. 1923 ജനിക്കുന്നു, 1998 മരണപ്പെടുന്നു. 1923 ജനിക്കുന്ന വേറെ ആരെയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത്? അതെ, നാസിക്കുൽ മലായിക്ക. രണ്ടും നൂറ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആലോചിച്ചാൽ മതി. നാസിക്കുൽ മലായിക്കയും നസാർ ഖബ്ബാനിയും 1923 ജനിക്കുന്നു. ഉമർ അബു രീഷയെ പോലെ തന്നെ നസാർ ഖബ്ബാനിയും ഒരു സിറിയൻ കവിയാണ്. അദ്ദേഹം ദിമഷ്കിലാണ് ജനിക്കുന്നത്, ലബനാനിലാണ് മരണപ്പെടുന്നത്. എന്നുള്ള പേരിലൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. ഇദ്ദേഹം ദിമഷ്ക് യൂണിവേഴ്സിറ്റിയിലെ ലോ കോളേജിൽ നിന്നാണ് ഗ്രാജുവേറ്റ് ആകുന്നത്. തവല്ല അദദം മിനൽ മനാസിബ് ഡിപ്ലോമാസിയ ഫിൽ ഖാഹിറ വ തുർക്കിയ വ ലണ്ടൻ വ ബൈറൂത്ത് വ സ്വീൻ വ ഇസ്ബാനിയ. സ്പെയിന്, ചൈന, ബൈറൂത്ത്, ലണ്ടൻ, തുർക്കി, കെയ്റോ ഈ സ്ഥലങ്ങളിലെല്ലാം ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷനാണ്, പദവിയാണ് അദ്ദേഹം ഏറ്റെടുത്തിരുന്നത്. അവലു ഷിറുഹു കാലത്ലി സാമുറ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിത. നസാർ ഖബ്ബാനിയുടെ ആദ്യത്തെ കവിത കാലത്ലി സാമുറ എന്ന് പറയുന്നത്. മജ്മുഅദിയ ഷെയ്രിയ, നസാർ ഖബ്ബാനിയുടെ കവിതാ സമാഹാരങ്ങളാണ് ലിയാവ് വക്കലിക്ക്, തുഫൂലത്തു നഹ്ദ്, സാംബ, അൻതലി. ഇനിയും ഒരുപാട് ഹുബ്ബില് നസാർ ഖബ്ബാനി എഴുതിയിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തൊരു കവയിത്രിയാണ് ഫതുവ തൂക്കാൻ. 1917 ജനിക്കുന്നത്, 2003 മരണപ്പെടുന്നു. ഉലിദത് ഫി നാബിൾസ് ഫലസ്തീൻ, ഫലസ്തീനിലെ നാബിൾസിലാണ് ഫതുവ തൂക്കാൻ ജനിക്കുന്നത്. ലഖബാണ് ഷാഇറത്തു ഫിലസ്തീൻ, ഉമ്മു ഷിറുൽ ഫിലസ്തീൻ. ഉമ്മു ഷിറുൽ ഫിലസ്തീൻ എന്ന് ഫതുവ തൂക്കയ്ക്ക് പേര് നൽകിയത് മഹ്മൂദ് ദർവേഷ് ആണ്. ഉമ്മു ഷിറുൽ ഫിലസ്തീൻ, ഷാഇറത്തു ഫിലസ്തീൻ എന്നറിയപ്പെടുന്നത് ഫതുവ തൂക്കാനാണ്. മജ്മുഅത്തുൻ ഷെയ്രിയ, ഫതുവ തൂക്കാന്റെ കവിതാ സമാഹാരങ്ങളാണ് വഹ്ദി മഅലയ്യാം. പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും ഫതുവ തൂക്കാന്റെ വർക്ക് ചോദിക്കല് വഹ്ദി മഅലയ്യാം ആണ്. വജദതുഹ അല്ലഹ്നുൽ അഖീർ അമാമൽ ബാബൽ മുഗ്ലഖ് അലാ ഖിമ്മത്തി ദുനിയ വഹീദൻ. നോട്ട് ചെയ്യണം, നാസിക്കുൽ മലായിക്കയുടെയും ഫതുവ തൂക്കാന്റെയും വർക്കുകൾ മാറിപ്പോകരുത്. അമാമൽ ബാബൽ മുഗ്ലഖ് അലാ ഖിമ്മത്തി ദുനിയ വഹീദൻ എന്നുള്ളതൊക്കെ ഫതുവ തൂക്കാന്റേതാണ്. ഇനി ഫതുവ തൂക്കാന്റെ നസറിലുള്ള വർക്കുകളാണ് അഹി ഇബ്രാഹിം. നമുക്കറിയാം ഇബ്രാഹിം തൂക്കാന്റെ സഹോദരിയാണ് ഫതുവ തൂക്കാൻ. ഫതുവ തൂക്കാന്റെ ഒരു വർക്കാണ് അഹി ഇബ്രാഹിം. റിഹ്ലത്തുൽ ജബലിയ, റിഹ്ലത്തുൽ സുഅബ, റിഹ്ലത്തുൽ അസ്അബ്. ഈ റിഹ്ലത്തുൽ ജബലിയ, റിഹ്ലത്തുൽ സുഅബ അല്ലെങ്കിൽ റിഹ്ലത്തുൽ അസ്അബ് എന്ന് പറയുന്നത് അവരുടെ സീറ ദാത്തിയാണ്. ഫതുവ തൂക്കാന്റെ സീറ ദാത്തിയാണ്.
മറ്റൊരു കവിയാണ് സൊലാഹ് അബ്ദുസ് സബൂർ. 1931 ജനിക്കുന്നു, 1981 മരണപ്പെടുന്നു. ഉലിദ വ തൂഫി ഫി മിസ്ർ. മിസ്രിൽ തന്നെയാണ് സൊലാഹ് അബ്ദുസ് സബൂർ ജനിക്കുന്നതും മരിക്കുന്നതും. മിൻ റുവാദി ഹറക്കത്ത് ഷീറിൽ ഹുർ. നമ്മൾ നേരത്തെ പറഞ്ഞ ബദർ ഷാക്കിർ സയ്യാബ്, നാസിഫുൽ മലായിക്ക, അബ്ദുൽ വഹാബ് അൽ ബയാത്തി ഇവരുടെ കൂടെ ഷീൽ ഹുറിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് സൊലാഹ് അബ്ദുസ് സബൂർ. മിൻ മസ്രഹിയാത്തി ഷെയ്രിയ. സൊലാഹ് അബ്ദുസ് സബൂറിന്റെ മസ്രഹിയ ഷീരിയയിൽ വരുന്നതാണ് മൗസാത്തുൽ ഖല്ലാജ്, ലൈല വൽ മജ്നൂൻ. ഇത് മാറിപ്പോകരുത്. മജ്നൂനു ലൈല നമ്മൾ ആർക്കാണ് പഠിച്ചിട്ടുള്ളത്? അഹമ്മദ് ഷൗക്കി. അതെ, അഹമ്മദ് ഷൗക്കിക്കാണ്. എന്നാൽ ലൈല വൽ മജ്നൂൻ എന്നുള്ളത് സൊലാഹ് അബ്ദുസ് സബൂറിന്റേതാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോ ആദ്യം ലൈലയാണോ മജ്നൂനാണോ എന്നൊക്കെ നോട്ട് ചെയ്യാം. മീൻ മുഅല്ലഫാത്തി ഷിഅരിയ. മുഅല്ലഫാത്തി ഷിഅരിയ കവിതയിലുള്ള രചനകളാണ് അന്നാസു ഫീ ബിലാദി, അഖൂലു ലക്കും, അഹ്ലാമുൽ ഫാരിസിൽ ഖദീം. അന്നാസു ഫീ ബിലാദി എപ്പോഴും ചോദിക്കലുണ്ട്. സൊലാഹ് അബ്ദുസ് സബൂറിന്റേതാണ് മസാത്തുൽ ഹല്ലാജും അന്നാസു ഫീ ബിലാദി ഒക്കെ. അഹ്ലാമുൽ ഫാരിസിൽ ഖദീം MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിക്കാനുള്ള ഒരു പോയാണ്. സൊലാഹ് അബ്ദുസ് സബൂറിന്റെ അഹ്ലാമുൽ ഫാരിസുൽ ഖദീം എന്നുള്ള കവിത. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജമീൽ സിദ്ദിഖി അസ്സഹാവി. ഇദ്ദേഹം ഒരു ഇറാഖുകാരനാണ്. 1863 ജനിക്കുന്നു, 1936 മരണപ്പെടുന്നു. ഉലിദ ഫി ബഗ്ദാദ്. ഇറാഖിലെ ബഗ്ദാദിലാണ് ജനിക്കുന്നത്. മജ്ലിസുൽ ഉസറ. മജ്ലിസുൽ ഉസറയിലെ ഒരു അംഗമായിരുന്നു. മുഹരിറു ജരീദത്തു അസൂറ എന്ന് പറയുന്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു. തോഹ ഹുസൈന് ജമീൽ സിദ്ദിഖി അസ്സഹാവിയെ പറഞ്ഞിട്ടുണ്ട് ഇന്നഹു മഅരിൽ അസ്ർ. കാലഘട്ടത്തിലെ മഅരിയാണെന്ന് തോഹ ഹുസൈൻ പറഞ്ഞിട്ടുള്ളത് ജമീൽ സിദ്ദിഖി അസ്സഹാവിയെയാണ്. നസബത്ത് ഇലൈഹി അസിന്ദക. നിരീശ്വരവാദിത്വം ഇദ്ദേഹത്തിലേക്ക് എപ്പോഴും ചേർത്തി പറയുമായിരുന്നു. സഹറ ബിൽ ഹിജാബിൽ മറ. സ്ത്രീകളുടെ ഹിജാബിനെയൊക്കെ ഇദ്ദേഹം പരിഹസിച്ചിട്ടുണ്ട്. ജിദാൽ ബൈനഹു ബൈന റുസാഫി. മഅറൂഫ് റുസാഫിക്കും ജമീൽ സിദ്ദിഖി അസ്സഹാവിക്കും ഇടയിൽ തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊരു ചോദ്യമായി കണ്ടിരുന്നു. മഅറൂഫ് റുസാഫിയുടെ കൂടെ തർക്കത്തിലുണ്ടായിരുന്ന കവി, ഒരുപാട് കാലം തർക്കത്തിലുണ്ടായിരുന്ന കവി ആരാണെന്ന്? ആൻസർ ജമീൽ സിദ്ദിഖി അസ്സഹാവി ആയിരുന്നു. അപ്പൊ നമ്മൾ ഇനി മോഡേൺ ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയെ കുറിച്ചും ഡീപ്പായി പഠിക്കാതെ നമ്മൾ മിസ്രിലുള്ളത് ആരൊക്കെയാണ്, ഇറാഖിലുള്ളത് ആരൊക്കെയാണ്, സിറിയ ആരാണ്, ഫലസ്തീൻ ആരാണ്, ലബനാൻ ആരാണ്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ട് പഠിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ നസാർ ഖബ്ബാനി ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടൂല. നമ്മൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ആദ്യം പ്രധാനപ്പെട്ടത് പഠിക്കാം. ഇവർ ഏത് ഫീൽഡാണ്, ഏത് നാട്ടിലുള്ള ആൾക്കാരാണ്, എന്താണ് അറിയപ്പെടുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ വേണം നമ്മൾ PSCക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ. ഇനി അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്ത് ആണ് പറയുന്നത്. അൽ-ലവാഹിറു ത്വബിയ വൽ ഫലക്കിയ, അൽ ജാദിബിയ തഅലീലിഹ, കിതാബുൽ കായിനാത്ത്, അൽ ഖൈൽ വ സബാതിഹ, അൽ ജമലു മിമ്മ അറ, അദ്ദഫുൽ ആം എന്നുള്ളത്. ഇനി അഡോണിസ് ആണ്. 1930 ജനിക്കുന്നു. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു കവിയാണ് അഡോണിസ്. അലി അഹ്മദ് സഈദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇത് എപ്പോഴും ചോദിക്കലുണ്ട്. അഡോണിസിന്റെ പേര് ഫുൾ നെയിം എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. അലി അഹ്മദ് സഈദ്. അധികം ആരും നമുക്ക് മോഡേൺ ലിറ്ററേച്ചറിന്റെ പോയട്രി ഭാഗത്ത് നിന്ന് ഫുൾ നെയിം പഠിക്കാനൊന്നുമില്ല. അഡോണിസിന്റെ പേരേ ഉള്ളൂ. അലി അഹ്മദ് സഈദ് എന്നുള്ളത് അഡോണിസ് ആണ്. ഉലിദ ഫി മുഹാഫലത്തുൽ ലാദിക്കിയ സിറിയ. സിറിയയിലെ ലാദിക്കിയയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അസ്സലാല ജായിസത്ത് കുമാരനാശാൻ. 2015 കുമാരനാശാൻ അവാർഡ് കിട്ടിയുള്ള വ്യക്തിയാണ് അഡോണിസ്. ഇതൊക്കെ റെയർ ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ നോട്ട് ചെയ്യാം. 2015 കുമാരനാശാൻ അവാർഡ് കിട്ടിയുള്ളത് അഡോണിസിനാണ്. മിൻ അഹമ്മി മുഅല്ലഫാത്തിഹി അഗാനി മിഹാർ ദിമഷ്കി. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അസാബിത്ത് വൽ മുതഹവ്വൽ, ബഹ്സു ഫിൽ ഇബ്ദാഇ വൽ ഇത്തിബാഅ് ഇൻദൽ അറബ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ രചനകൾ. ഇനി അബ്ദുറഹ്മാൻ അശ്ശുക്കിരി 1886 ജനിക്കുന്നു, 1958 മരണപ്പെടുന്നു. ഏത് സംഘടനവുമായി ബന്ധപ്പെട്ടതാണ് അബ്ദുറഹ്മാൻ അശ്ശുക്കിരി? മദ്രസത്തു ദീവാനുമായി ബന്ധപ്പെട്ട വലിയൊരു വ്യക്തിയാണ്. മിസ്രിലെ ഒരു കവിയും ട്രാൻസ്ലേറ്ററും നിരൂപകനൊക്കെ ആയിരുന്നു അബ്ദുറഹ്മാൻ അശ്ശുക്കിരി. ഉലിദ ഫി ബൂർസഈദ് മിസ്ർ. മിസ്രിലെ ബൂർസഈദിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഷാറക ഫിൽ ഹറക്കത്തിൽ വത്തനിയ ഫി ഹിംസ്. ഹിംസിലെ ഹറക്കത്തുൽ വത്തനിയയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. തഖറജ മിൻ മദ്രസത്തിൽ മുഅല്ലിമീനൽ ഉലിയ.
1907 മദ്രസത്തുൽ മുഅല്ലിമീനൽ ഉലിയായിൽ നിന്ന് അദ്ദേഹം ഗ്രാജുവേറ്റ് ആയിട്ടുണ്ട്. സാലിസു ഫിൽസത്തുൽ മദ്രസത്ത് ദീവാൻ, നമ്മുടെ മദ്രസത്ത് ദീവാനിലെ പ്രധാനപ്പെട്ട 3 വ്യക്തികളുണ്ട്. അതിലെ 3ാമത്തെ വ്യക്തിയാണ് അബ്ദുറഹ്മാൻ അശുക്രി എന്നുള്ളത്. തോഫി ബൂർസഈദ് 1958 ബൂർസഈദിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അസ്ദറ സമാനിത്ത് ദവാബീൻ, 8ഓളം ദീവാനുകൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദീവാനുൽ അവൽ, അബ്ദുറഹ്മാൻ ശുക്രിയുടെ ആദ്യത്തെ ദീവാനാണ് ലൗഹുൽ ഫജ്ർ, എപ്പോഴും ചോദിക്കലുണ്ട്. ആഹിറുഹ അസ്ഹാറുൽ ഖരീഫ്, അവസാനത്തേതാണ് അസ്ഹാറുൽ ഖരീഫ് എന്നുള്ളത്. ഇനി ഹും ലാലി അൽ അഫ്കാർ അനാഷീദു സഹർ റബീഅ് അൽ ഖത്റാത്ത് അൽ അഫ്നാൻ അസ്ഹാറുൽ ഖരീഫ് ഒക്കെ അദ്ദേഹത്തിന്റെ വർക്കുകളാണ്. ഇതിൽ സഹറുർ റബീഉം ലൗഉൽ ഫജ്റും എപ്പോഴും ചോദിക്കലുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദീവാനാണ് ലൗഉൽ ഫജ്ർ എന്നുള്ളത്. ഇനി റിഫാ റാഫി അത്തൊഹ്താവി 1801 ജനിക്കുന്നു, 1873 മരണപ്പെടുന്നു. ഹുവ മിസ്രിയൻ, അദ്ദേഹം ഒരു ഈജിപ്തുകാരനാണ്. അറബിൽ ഹദീസ്, മോഡേൺ അറബിക് ലിറ്ററേച്ചറിന്റെ നെസറിന്റെ റായിദായിട്ട് അറിയപ്പെടുന്ന ആളാണ് റിഫാ റാഫി അത്തൊഹ്താവി. അഹദു അർക്കാൻ നഹ്ദത്തുൽ ഹദീസ, നമ്മൾ മോഡേൺ റിനൈസൻസ് പഠിക്കുന്ന ഭാഗത്ത് പറഞ്ഞിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് റിഫാ റാഫി അത്തൊഹ്താവി. സഫറുഹു ഇലാ ഫറൻസ, അദ്ദേഹം ഫ്രാൻസിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അസസ മദ്രസത്തുൽ അൽസൻ ബി ഖിയാദത്തിഹി, ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മദ്രസത്തുൽ അൽസൻ സ്ഥാപിക്കപ്പെട്ടുള്ളത്. ഉസ്സിസ മദ്രസത്തുൽ അൽസൻ ബി ഖിയാദത്തിഹി. അൻഷഅ സഹ്ഫുൽ അവൽ ഫി മിസ്ർ, മിസ്രിലെ ആദ്യത്തെ പത്രം ഉണ്ടാക്കിയതും ഇദ്ദേഹത്തിന്റെ സഹായത്താലാണ്. ഹവ്വല അൽ വഖാഇൽ മിസ്രി ഇലൽ അറബിയ, മുഹമ്മദ് അലി ബാഷ സ്ഥാപിച്ച വഖാഇൽ മിസ്രിയ അറബിയിലേക്ക് മാറ്റുന്നത് റിഫാ റാഫി തഹ്താവിയാണ്. നുഫിയ ഇല സൂഡാൻ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, മദ്രസത്തുൽ അൽസന്റെ മുഅസ്സിസ് ചോദിച്ചാൽ ഇതിൽ ആരാ, മുഹമ്മദ് അലി ബാഷ ആണോ അതോ ഇദ്ദേഹമാണോ, ആരാ പറയോ? രണ്ടുപേരുണ്ടെങ്കിലും രണ്ടുപേരും പൊതുവെ അങ്ങനെ ചോദിക്കലില്ല. സ്ഥാപകൻ മുഅസ്സിസായിട്ട് അറിയപ്പെടുന്നത് മുഹമ്മദ് അലി ബാഷയാണ്. പിന്നീട് അതിന്റെ എല്ലാ വികസനത്തിന്റെ ചുമതലയും അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ റിഫാ റാഫി തൊഹ്താവി ഏൽപ്പിക്കുകയും അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ തുടക്കക്കാരനും അല്ലെങ്കിൽ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് മുഹമ്മദ് അലി ബാഷയാണ്. എല്ലാ നേതൃത്വവും ചുമതലയും ഉണ്ടായിരുന്നത് റിഫാ റാഫി തൊഹ്താവിക്കാണ്. മീൻ മുഅല്ലഫാത്തിഹി, ഇദ്ദേഹത്തിന്റെ രചനകളാണ് അത്തുഫ്ഹത്തുൽ മക്തബിയ ഫി തക്രീബിൽ ലുഗത്തിൽ അറബിയ, തഖ്ലീസുൽ ഇബ്രീസ് ഫി തൽഖീസി ബാരിസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. തഖ്ലീസുൽ ഇബ്രീസ് ഫി തൽഖീസ് ബാരിസ് എന്നുള്ളത് പാരീസിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു യാത്രാ വിവരണമാണ് ഇവിടെ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. മവാഖിഉൽ അഫ്ലാഖ് ഫി വഖാഇ തലീമാത്ത്, ഇത് മെയില് കാറ്റഗറി 3 2021 കാറ്ററ്റ് എക്സാമിന് ചോദിച്ചിരുന്നു. മവാഖിഉൽ അഫ്ലാഖ് ഫി വഖാഇ തലീമാത്ത് എന്നുള്ളത്. ഇതാണ് അദ്ദേഹത്തിന്റെ റിഫാ റാഫി തഹ്താവിയുടെ പ്രധാനപ്പെട്ട രചനകൾ. ഇനി സയ്യിദ് കുത്തുബ് 1906 ജനിക്കുന്നു, 1966 മരണപ്പെടുന്നു. സയ്യിദ് കുത്തുബ് ഇബ്രാഹിം അഷാദുലി അദീബുൻ വ കാത്തിബുൻ വ മൻദറുൽ ഇസ്ലാം മിസ്രി, മിസ്രിലെ ഇസ്ലാമിക ചിന്തകനും അതുപോലെ എഴുത്തുകാരനും സാഹിത്യകാരനുമാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സയ്യിദ് കുത്തുബ് ഇബ്രാഹിം അഷാദുലി. സയ്യിദ് കുത്തുബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ് ഫി വിലാലിൽ ഖുർആൻ എന്നുള്ളത്. ഫി വിലാലിൽ ഖുർആൻ ആണ് സയ്യിദ് കുത്തുബിന്റെ പ്രധാനപ്പെട്ട രചന. മറ്റൊരു വ്യക്തിയാണ് മുഹമ്മദ് അൽ മുവൈലിഹി. 1858 ജനിക്കുന്നത്, 1930 മരണപ്പെടുന്നു. ഉലിദ വ മാത ഫിൽ കാഹിറ, മിസ്രിലെ കെയ്റോയിലാണ് അദ്ദേഹത്തിന്റെ ജനനവും മരണവും. മിൻ അഹമ്മി കിതാബിഹി, മുഹമ്മദ് അൽ മുവൈലിഹിയുടെ പ്രധാനപ്പെട്ട രചനയാണ് ഹദീസു ഈസ ബിൻ ഹിഷാം എന്നുള്ളത്. 1907 അദ്ദേഹം എഴുതുന്നത്. ഉഹിയ സാറ ഫീഹ മിൻവാലു ബദിഉ സമാൽ ഹമദാനി, ബദിഉ സമാൽ ഹമദാനിയുടെ ആ ഒരു പാറ്റേൺ ആണ് ഇദ്ദേഹം ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഹദീസ് ഈസ ബിൻ ഹിഷാം എഴുതാൻ വേണ്ടി ബദിഉ സമാൽ ഹമദാനിയുടെ ആ ഒരു പാറ്റേൺ ആണ് മുഹമ്മദ് മുവൈലിഹി സ്വീകരിച്ചിട്ടുള്ളത്. മൗലു എന്താ ടീച്ചറെ? മൗലു നോക്കണുണ്ടോ, കൃത്യമായിട്ട് അറിയില്ല. ആർക്കെങ്കിലും അറിയുന്നവരുണ്ടോ മൗലു ഹദീസ് ഈസ ബിൻ ഹിഷാം? ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് ഗ്രൂപ്പിൽ അറിയിക്കാം. അടുത്തൊരു വ്യക്തിയാണ് മുസ്തഫ സാദിഖ് റാഫിഴി. മുസ്തഫ സാദിഖ് റാഫിഴിയും അതുപോലെ തന്നെ മുസ്തഫ ലുത്തുഫി മൻഫലൂത്തി എല്ലാം എന്താണ്, ഈജിപ്തുകാരാണ്. 1880 ടീച്ചർ അത് മക്കാമല്ലേ?
മക്കാമയാണോ? ഓക്കെ, ജസാക്കല്ലാഹു ഖൈർ. നമ്മുടെ മക്കാമയുടെ റായിദായിട്ട് അറിയപ്പെടുന്ന ബദിയു ജമാൽ ഹമദാനിയുടെ ആ ഒരു പാറ്റേൺ ആണ് ഹദീസു ഈസബിൻ ഇഷാം എഴുതാൻ വേണ്ടിയിട്ട് മുഹമ്മദ് മൊയ്ലി സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ. മുസ്തഫ സ്വാദിഖ് റാഫി ഈജിപ്തിലെ ത്വൻതയിലാണ് ജനിക്കുന്നത്. ലഖബ് മുഅ്ജിസത്തുൽ അദബുൽ അറബി എന്നാണ്. ലുക്കിബി മുഅ്ജിസത്തുൽ അദബുൽ അറബി. യന്തമീല മദ്രസത്തുൽ മുഹാഫിലീൻ. മദ്രസത്തുൽ മുഹാഫിലീനിലേക്കാണ് മുസ്തഫ സ്വാദിഖ് റാഫി ചേരുന്നത്. മുഅ്ജിസത്തുൽ അദബുൽ അറബി എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് താരീഖു ആദാബുൽ അറബ്, അല സുഫൂദ്. അബ്ബാസ് മഹ്മൂദ് ലക്കാദിലെ റദ്ദായി എഴുതിയതാണ് അല സുഫൂദ്. ദെൻ തഹ്ത റായത്തുൽ ഖുർആൻ, വഹിയുൽ കലം. വഹിയുൽ കലം മജ്മുഅത്തു മക്കാലാത്താണ്. തഹ്ത റായത്തുൽ ഖുർആൻ എപ്പോഴും ചോദിക്കലുണ്ട്. തഹ്ത റായത്തുൽ ഇസ്ലാം ആരുടെ എന്നറിയോ? തഹ്ത റായത്തുൽ ഖുർആന്, ഖുർആന്റെ റായത്തിന് കീഴിൽ എന്നുള്ളത് മുസ്തഫ സ്വാദിഖ് റാഫിയാണ്. എന്നാൽ ഇസ്ലാമിന്റെ റായത്തിന് കീഴിൽ, പതാകയ്ക്ക് കീഴിൽ എന്ന് പറയുന്നത് ആരുടെ രചനയാണെന്ന് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? നജീബ് കിലാനി. നജീബ് കിലാനിയുടേതാണ് തഹ്ത റായത്തുൽ ഖുർആൻ. അപ്പൊ അങ്ങനെയുള്ളത് കണക്ട് ചെയ്ത് പഠിക്കാം. തഹ്ത റായത്തുൽ ഖുർആന് മുസ്തഫ സ്വാദിഖ് റാഫിയുടേതാണ്. തഹ്ത റായത്തുൽ ഇസ്ലാം ആണെങ്കിൽ നജീബ് കീലാനിയാണ്. നജീബ് കീലാനി എന്ന് പറയുന്നത് തന്നെ റായിദുൽ റിവായത്തുൽ ഇസ്ലാമി ഫിൽ അദബിൽ അറബിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ നോവൽ ലിറ്ററേച്ചറിലെ ഇസ്ലാമിന്റെ റായിദായിട്ട് അറിയപ്പെടുന്നതാണ് നജീബ് കീലാനി. അപ്പൊ തഹ്ത റായത്തുൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ നജീബ് കീലാനിയാണെന്ന് മറക്കരുത്. തഹ്ത റായത്തുൽ ഖുർആൻ ആണെങ്കിൽ മുസ്തഫ സ്വാദിഖ് റാഫിയാണ്. ദെൻ വഹിയുൽ കലം എപ്പോഴും ചോദിക്കുന്നതാണ്. മജ്മുഅത്തു മക്കാലാത്താണ് മുസ്തഫ സ്വാദിഖ് റാഫിയുടെ തന്നെയാണ്. ഇനി ഒരു ചോദ്യം എല്ലാവരും ആൻസർ ചെയ്യാം. ജരീദത്തുൻ അസ്സസഹ ജമാലുദ്ദീൻ അൽ അഫ്ഗാനി മഅ മുഹമ്മദ് അബ്ദ ഫി പാരീസ്. പാരീസിൽ വെച്ചിട്ട് മുഹമ്മദ് അബ്ദയും ജമാലുദ്ദീൻ അൽ അഫ്ഗാനിയും ഒരുമിച്ച് സ്ഥാപിച്ച ജരീദത്ത് ഏതാണ്? അൽ വഖാഇൽ മിസ്രിയ, അൽ അഹ്റാം, വാദി നീൽ, അൽ ഉർവത്തുൽ വുസ്ക. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അൽ ഉർവത്തുൽ വുസ്ക എന്ന് പറയുന്ന ജരീദത്താണ് ജമാലുദ്ദീൻ അൽ അഫ്ഗാനിയും അതുപോലെ മുഹമ്മദ് അബ്ദയും പാരീസിൽ വെച്ച് ഒരുമിച്ച് എഴുതിയിട്ടുള്ളത്. മുഅല്ലിഫു ഫിഖ്ഹു സക്കാത്ത്. ഫിഖ്ഹു സക്കാത്ത് ആരുടെ രചനയാണ്? യൂസുഫ് ഇദ്രീസ്, അൽ അക്കാദ്, റഷീദു റിള, യൂസുഫുൽ കർലാവി. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഫിഖ്ഹു സക്കാത്ത് എന്നുള്ളത് യൂസുഫുൽ കർലാവിയുടെ രചനയാണ്. യൂസുഫുൽ കർലാവി 1926 ജനിക്കുന്നത്. 2022 വളരെ അടുത്ത കാലത്താണ് യൂസുഫുൽ കർലാവി മരണപ്പെടുന്നത്. യൂസുഫ് അബ്ദുള്ള അൽ കർലാവി എന്നാണ് യഥാർത്ഥ നാമം. ആലിമുൻ മുസ്ലിമുൻ മിസ്രിയുൻ അസ്ഹരിയുൻ വയഹ്മിലുൽ ജിൻസിയത്തുൽ ഖത്തറിയ. മിസ്രിയിലുള്ള മുസ്ലിം പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഖത്തറിയായിട്ടുള്ള നാഷണാലിറ്റി കൂടിയുണ്ട്. മിസ്രിന്റെ നാഷണാലിറ്റിയും ഖത്തറിന്റെ നാഷണാലിറ്റിയും ഉള്ള വ്യക്തിയാണ് യൂസുഫുൽ കർലാവി. ഇത്തിഹാദുൽ ആലമി ലിൽ ഉലമാഉൽ മുസ്ലിമീൻ. ഇത്തിഹാദുൽ ആലമി ലിൽ ഉലമാഉൽ മുസ്ലിമീന്റെ സ്ഥാപകനും അതുപോലെ അതിന്റെ മുൻപുണ്ടായിരുന്ന പ്രസിഡന്റും കൂടിയായിരുന്നു യൂസുഫുൽ കർലാവി. ലഹുമാ യസീദ് മിഅ വ സബഈന കുതുബൻ ഫി ശത്ത മജാലാത്ത്. വ്യത്യസ്ത മേഖലകളിലായിട്ട് 170-ലധികം പുസ്തകങ്ങള് യൂസുഫുൽ കർലാവിക്ക് ഉണ്ട്. മിൻ ആസാരിഹി. യൂസുഫുൽ കർലാവിയുടെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് അൽ ഹലാലു വൽ ഹറാമു ഫിൽ ഇസ്ലാം. അൽ ഹലാലു വൽ ഹറാമു ഫിൽ ഇസ്ലാം എന്നുള്ളതും ഫിഖ്ഹു സക്കാത്ത് എന്നുള്ളതൊക്കെ യൂസുഫുൽ കർലാവിയുടെ രചനയാണ്. ഇനി മറ്റൊരു ചോദ്യം. കതബ സുലൈമാൻ അൽ ബുസ്താനി ഇബ്രത്തു വ ദിക്റ ഫി അയ്യി ഹഖ്ലി ഹാദൽ കിതാബ്. സുലൈമാൻ അൽ ബുസ്താനിയുടേതാണ് ഇബ്രത്തു വ ദിക്റ എന്നുള്ള രചന. ഏത് മേഖലയിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്?
അസിയാസ, അൽ ഇഖ്തിസാദ്, അൽ വഅദ് വന്നസീഹ, അത്തർബിയ. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സുലൈമാൻ ബുസ്താനി സിയാസ, അതിലാണ് ഇബ്രത്തു വദിക്ര എന്നുള്ള ആ ഒരു രചന എഴുതിയിട്ടുള്ളത്. അതിന്റെ ഫീൽഡ് അല്ലെങ്കിൽ ഏത് ടോപ്പിക് ആണെന്ന് വെച്ചാൽ സിയാസയായിരുന്നു. സുലൈമാൻ അൽ ബുസ്താനി 1856 ജനിക്കുന്നു, 1926 മരണപ്പെടുന്നു. അദീബുൻ ലുബ്നാനിയൻ ഉലിദ ബി തശ്തീൻ ഫി ലുബ്നാൻ. ലബനാനിലെ സാഹിത്യകാരനാണ്. ലബനാനിലെ ബഖിഷ്തീൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ജനിക്കുന്നത് 1856. അറബിയ. സുലൈമാൻ അൽ ബുസ്താനി അറബിയിലേക്ക് ഈയിടെ എന്ത് ചെയ്തു? ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വോയിസ് ഓൺ ആയവര് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇനി മറ്റൊരു ചോദ്യം. ഹിയ അവ്വൽ ഇംറത്തുൻ തഹാലുർ ഫി ജാമിയത്തിൽ അസ്ഹർ ബിൽ കാഹിറ. കെയ്റോയിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ആദ്യമായി കൊണ്ട് അഡ്മിഷൻ എടുത്ത അല്ലെങ്കിൽ ഹാജരായ സ്ത്രീ ആരാണ്? അമൽ സുലൈമാൻ ഇബ്രാഹിം, സൽവ അബു മദിയൻ, നാസിഫുൽ മലായിക്ക, ആയിഷ ബിൻത ഷാത്തി. എല്ലാവരും ആൻസർ ചെയ്യണേ. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആദ്യമായി കൊണ്ട് അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടിയ സ്ത്രീ എന്ന് പറയുന്നത് ആയിഷ ബിൻ തഷാത്തിയാണ്. ആയിഷ ബിൻ അബ്ദുറഹ്മാൻ 1913 ജനിക്കുന്നു, 1998 മരണപ്പെടുന്നു. ഉലിദത്ത് അൽ അദ്ബിയ വൽ മുഫക്കിറ അൽ മുസ്രിയ ഫി ദിമ്യാത്ത്. മിസ്രിലെ ദിമ്യാത്തിൽ 1913 ആയിഷ ബിൻ അബ്ദുറഹ്മാൻ ജനിക്കുന്നത്. ഹി ഉസ്താദ ജാമിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു. അവൽ ഇംറത്തുൻ ഹാദിർ ബിൽ അസ്ഹർ ഷരീഫ്. അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി കൊണ്ട് പ്രവേശനം നേടിയ സ്ത്രീയും ആയിഷ ബിൻ അബ്ദുറഹ്മാൻ ആയിരുന്നു. ഹി അവൽ ഇംറത്തുൻ തനാലു ജായിസത്തുൽ മലിക് ഫൈസൽ ആലമിയ ഫിൽ അദബ് വ ദിറാസത്തുൽ ഇസ്ലാമിയ. ഇസ്ലാമിക് സ്റ്റഡീസിലും ലിറ്ററേച്ചറിലും ജായിസത്തു മലിക് ഫൈസൽ ആലമിയ കിട്ടിയ ആദ്യത്തെ സ്ത്രീയും ആയിഷ ബിൻ അബ്ദുറഹ്മാനാണ്. അപ്പൊ ആദ്യമായി കൊണ്ട് അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടിയ സ്ത്രീയും ജായിസത്തു മലിക് ഫൈസൽ ആലമിയ ആദ്യമായി കിട്ടിയ സ്ത്രീയും ആയിഷ ബിൻ അബ്ദുറഹ്മാനാണ്. ഇനി നമ്മളിപ്പോ പോയട്രി എല്ലാം കഴിഞ്ഞു. ഇനി അഅ്ലാമുൽ ഖിസ്സൽ ഖസീറയാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യാം. ഖുർഫത്തുൽ അഹ്സാൻ ഖിസ്സത്തുൻ മഷ്ഹൂറ മനിൽ മുഅല്ലിഫ്. ഖുർഫത്തുൽ അഹ്സാൻ എന്ന് പറയുന്ന കഥയുടെ രചയിതാവ് ആരാണ്? ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, മഹ്മൂദ് തൈമൂർ, അബ്ബാസ് മഹ്മൂദ് അൽ ലക്കാദ്, മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി. ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മുസ്തഫ ലുത്ഫി മൻഫലൂത്തിയുടെ പ്രധാനപ്പെട്ട ഒരു രചനയാണ്, ഒരു കഥയാണ് ഖുർഫത്തുൽ അഹ്സാൻ എന്നുള്ളത്. മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി 1924 മരണപ്പെടുന്നത്. മുസ്തഫ ലുത്ഫി മൻഫലൂത്തി മരണപ്പെടുന്ന വർഷം പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. 1876 ജനിക്കുന്നു, 1924 മരണപ്പെടുന്നു. ഉലിദ മൻഫലൂത്ത് സന 1876 മൻഫലൂത്തിലാണ് ജനിക്കുന്നത്. മിസ്രിലെ ഉസിയൂത്ത് എന്ന പ്രദേശത്തെ മൻഫലൂത്തിലാണ് ജനിക്കുന്നത്. മിൻ അബിൻ മിസ്രിൻ വ ഉമ്മ തുർക്കുമാനിയ. പിതാവ് മിസ്രുകാരന്, ഉമ്മ തുർക്കുമാനിയാണ്. ഹഫ്ദുൽ ഖുർആൻ കരീം, വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയ ഒരു വ്യക്തിയാണ് മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി. തതലമ്മദ ഫിൽ അസ്ഹർ അൻ മുഹമ്മദ് അബ്ദ. അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മുഹമ്മദ് അബ്ദയുടെ ശിഷ്യനായിട്ടാണ് മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി ഉണ്ടായിരുന്നത്. അയ്യനഹു സഅദ് സവലൂൽ ഫി വിസാറത്തുൽ മആരിഫ് മുഹരിറൻ അറബിയൻ ലിവിസാറത്തിഹി. സഅദ് സവലൂല് വിസാറത്തുൽ മആരിഫിലെ അറബി എഡിറ്റർ ആയിട്ട് മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തിയെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു.
ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് അൻ-നളിറാത്ത്, അൽ-അബ്റാത്ത്, ഫീ സബീലി താജ് എന്ന് പറയുന്നത്. അൻ-നളിറാത്ത് എന്നുള്ളത് പൊതുവെ നമ്മൾ പറയല് 3 മക്കാലകളാണെന്ന്. അതിലുള്ള ചെറിയ കഥകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അൽ ഗനിയ്യു വൽ ഫക്കീർ, ഫീ ഉർഫത്തിൽ അഹ്സാനി, ഖിസ്സത്തു സയാദ്, ഖിസ്സത്തു സൗജത്തൈനി, ഖിസ്സത്തു മദീനത്തു സആദ, അതുകൂടാതെ മറ്റുള്ളത്. അപ്പൊ 3 മക്കാലയാണ് നളിറാത്ത് എന്ന് പറയുന്നത്. എന്നാൽ അബ്റാത്ത് എന്ന് പറയുന്നത് 9 കഥകളുടെ ഒരു സമാഹാരമാണ് അബ്റാത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും കൺഫ്യൂസ് ആകലുണ്ട്. നമ്മുടെ എക്സാമിന് നളിറാത്തിൽ എന്താണ് ചോദിക്കലുണ്ട്. അപ്പൊ നളിറാത്തിൽ മക്കാലയാണ് അതിന്റെ വിഷയം. അബ്റാത്ത് എന്ന് പറയുന്നത് കഥകളാണ്. 9 കഥകൾ അടങ്ങിയതാണ്. 9 കഥകൾ അടങ്ങിയതാണ് അബ്റാത്ത് എന്നുള്ളത്. പിന്നെ ഫീ സബീലി താജ് എന്നുള്ളത് ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു വർക്കാണ്. ഫ്രാൻസിസ് കൂർബയുടെ ഷിറു തംസീലിയ, ട്രാജഡിയിലുള്ള ഒരു ഷിറു തംസീലിയയിൽ നിന്ന് അറബി ഭാഷയിലേക്ക് മുസ്തഫ ലുത്ഫി മൻഫലൂത്തി ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഫീ സബീലി താജ് എന്നുള്ള പേര് നൽകുകയും ചെയ്തു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് തൈമൂർ. 1892 ജനിക്കുന്നു, 1921 മരണപ്പെടുന്നു. വഹുവ വാസിസിൽ അദബുൽ ഖസ്സി വൽ മസ്റഹി ഫി മിസ്ർ. മിസ്രിയിലെ കഥയുടെയും നാടകത്തിന്റെയും ഒക്കെ സ്ഥാപകരിൽ ഒരാളാണ് മുഹമ്മദ് തൈമൂർ. തുഅദ്ദു ഖിസ്സത്തു ഫിൽ കിതാർ അവ്വൽ ഖിസ്സ അറബിയ ഫനിയ കുതിബത് ഫിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ അറബി കഥ എന്ന് പറയുന്നത് മുഹമ്മദ് തൈമൂറിന്റെ ഫിൽ കിത്താർ ആയിട്ടാണ് എണ്ണപ്പെടുന്നത്. ഫിൽ കിത്താർ എന്നുള്ളത് മുഹമ്മദ് തൈമൂറിന്റെ കഥയാണ്. ഇനി മഹ്മൂദ് തൈമൂർ 1894 ജനിക്കുന്നു, 1973 മരണപ്പെടുന്നു. ഉലിദബിൽ ഖാഹിറ മിൻ ഉസ്രത്തിൻ തൈമൂരിയ. തൈമൂരിയ കുടുംബത്തിലെ കെയ്റോയിലാണ് ജനിക്കുന്നത്. റായിദുൽ ഖസസുൽ അറബിയ, ഖസസുൽ അറബിയന്റെ റായിദ് ആയിട്ടാണ് മഹ്മൂദ് തൈമൂറിന് അറിയപ്പെടുന്നത്. ഫിൽ ആദാബ് 1923 ലിറ്ററേച്ചറിലെ ജായിസത്ത് ദൗലത്ത് തഖ്ദീരിയ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മീൻ മുഅല്ലഫാത്തിഹി, മഹ്മൂദ് തൈമൂറിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് നിദാ ഉൽ മജ്ഹൂൽ. ഒരുപാട് രചനകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിദാ ഉൽ മജ്ഹൂൽ എന്നുള്ളത്. ഇനി ജുർജി സൈദാൻ. ജുർജി സൈദാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് താരീഖാണ് ഓർമ്മ വരുന്നത്. ഹിസ്റ്ററിയാണ്. ഒരു ഹിസ്റ്ററി എഴുതുന്ന റിവായത്ത് താരിഖിയുടെ റായിദായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ജുർജി സൈദാൻ. 1861 ജനിക്കുന്നു, 1914 മരണപ്പെടുന്നത്. ലബനാനിലെ ബൈറൂത്തിലാണ് ജനനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജുർജി സൈദാനിൽ പഠിക്കാനുള്ളത് 1892 അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള മജല്ലത്തുൽ ഹിലാലാണ്. മജല്ലത്തുൽ ഹിലാല് ജുർജി സൈദാന്റേതാണ്. 1892 ആ ഇയറും കൂടി നോട്ട് ചെയ്യാം. റായിദു റിവായത്തുൽ താരിഹിയ, റിവായ താരിഹിയയുടെ റായിദായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തഅല്ലമൽ അറബിയ വൽ ഫറൻസിയ വൽ ഇൻജിലീസിയ വൽ സിറിയാനിയ വൽ അബ്രിയ. ഇത്തരം ഭാഷകളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇബ്രു ഭാഷ, സിറിയാനി, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അറബിക് ഭാഷകളൊക്കെ ജുർജി സൈദാൻ പഠിച്ചിട്ടുണ്ട്. അവലു റിവായ ജുർജി സൈദാൻ. ജുർജി സൈദാന്റെ ആദ്യത്തെ റിവായയാണ് അൽ മംലൂക്കു ഷാരിദ് എന്നാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അൽ മംലൂക്കു ഷാരിദ്. സാഹിബു കിതാബു താരിഖുൽ ആദാബ് ലുഗൽ അറബിയ. താരിഖുൽ ആദാബ് ലുഗൽ അറബിയയുടെ രചയിതാവാണ് ജുർജി സൈദാൻ. അതിന് 4 ജുസുകളാണുള്ളത്. താരിഖു തമദ്ദുനുൽ ഇസ്ലാമിയുടെയും താരിഖുൽ മാസൂനിയ ഫിൽ ആം എല്ലാം എഴുതിയിട്ടുള്ളത് ജുർജി സൈദാനാണ്. മീൻ സലസലത്തു താരിഹിയ, അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള വർക്കുകളാണ് ഫതാത്തു ഹസ്സാൻ, ഖദ്റാ ഖുറൈഷ്, ഖാദത്തു കർബല, ഷജറത്തു ദുർർ, അൽ മംലൂക്കു ഷാരിദ് എന്നുള്ളത്. ഷജറത്തുൽ ഖമർ നമ്മൾ ആർക്കാ പഠിച്ചിട്ടുള്ളത്? നാസിഖുൽ മലായിക. അതെ, നാസിഖുൽ മലായികയാണ്. ഷജറത്തു ദുർർ വരുന്നത് ജുർജി സൈദാനാണ്. മനി റുവായിൽ അറബി അല്ലദി ഹാസ അല ജായിസത്ത് നോബൽ ഫിൽ ആദാബ്. ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടിയ അറബി നോവലിസ്റ്റ് ആരാണ്? തൗഫീഖുൽ ഹക്കീം, നജീബ് മഹ്ഫൂദ്, മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ, തോഹ ഹുസൈൻ. ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നജീബ് മഹ്ഫൂദ് ആണ്. ഇനി മറ്റൊരു ചോദ്യം, ഔലാദു ഹാറത്തിന കിതാബുൻ ഫി. ഔലാദു ഹാറത്തിന നമുക്കറിയാം നജീബ് മഹ്ഫൂദിന്റെ തന്നെയാണ്.
അത് ഏത് വിഷയത്തിലുള്ളതാണെന്നാണ് ചോദിക്കുന്നത്. അസീറ ദാത്തിയ, അൽ ഖിസ്സ അൽ ഖസീറ, അൽ മസ്റഹിയ, അരിവായ. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഔലാദു ഹാറത്തിന എന്നുള്ളത് നജീബ് മഹ്ഫൂദിന്റെ റിവായ തന്നെയാണ്. നജീബ് മഹ്ഫൂദ് 1911 ജനിക്കുന്നു, 2006 മരണപ്പെടുന്നു. ഉലിദ ഫിൽ ഹയ്യുൽ ജമാലി അൽ കാഹിറ, കീറോയിലെ ഹയ്യുൽ ജമാലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ലുക്കിബി ബൽസാഖ് മിസ്ർ, ബൽസാഖ് മിസ്ർ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബൽസാഖ് എന്നുള്ളത് ആക്ച്വലി ഒരു ഫ്രഞ്ച് നോവലിസ്റ്റ് ആണ്. അദ്ദേഹം കൂടുതലും വാക്കിഴിയലാണ്, റിയലിസത്തിലാണ് അദ്ദേഹത്തിന്റെ വർക്കുകൾ കൂടുതലും എഴുതിയിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നജീബ് മഹ്ഫൂദും കൂടുതൽ വാക്കിയിൽ എഴുതിയത് കൊണ്ട് ബൽസാഖ് മിസ്ർ എന്ന് നജീബ് മഹ്ഫൂദിനെ അറിയപ്പെടുന്നത്. അബുൽ ആദാബ് തുർക്കിൽ ഹദീസ, അബുൽ ആദാബ് തുർക്കിൽ ഹദീസ എന്നുള്ള പേരിലും നജീബ് മഹ്ഫൂദ് അറിയപ്പെടുന്നുണ്ട്. അമീറു റിവായത്തുൽ അറബിയ, റായിദു റിവായത്തുൽ അറബിയ എന്നെല്ലാം പറയുന്നത് നജീബ് മഹ്ഫൂദ് ആണ്. റിസാലത്തു മാജിസ്തീർ ബി ഉൻവാൻ, അദ്ദേഹത്തിന്റെ PhD തിസിസ് എന്ന് പറയുന്നത്, മാസ്റ്റേഴ്സ് ഡിഗ്രിയിലെ തിസിസ് എന്ന് പറയുന്നത് അൽ മഫ്ഹൂമുൽ ജമാൽ ഫിൽ ഫൽസഫത്തുൽ ഇസ്ലാമിയ എന്നായിരുന്നു അതിന്റെ തിസിസിന്റെ ടോപ്പിക്. അൽ മഫ്ഹൂമുൽ ജമാലു ഫിൽ ഫൽസഫത്തുൽ ഇസ്ലാമിയ. 1954 അദ്ദേഹം അതിയത്തുള്ള ഇബ്രാഹിമിനെ വിവാഹം ചെയ്യുന്നുണ്ട്. അതിൽ 2 പെൺമക്കളാണ് ഉണ്ടാകുന്നത്, ഉമ്മു കുൽസൂം ദെൻ ഫാത്തിമ. ഹസല അല ജായിസത്ത് നോബൽ, നജീബ് മഹ്ഫൂദിന് നോബൽ പ്രൈസ് കിട്ടുന്നത് ലിറ്ററേച്ചറിലാണെന്ന് പറഞ്ഞു. 1988 ആണ്, വർഷം മാറിപ്പോകരുത്, 1988. ആസാറുഹു, നജീബ് മഹ്ഫൂദിന്റെ വർക്കുകളാണ് അത്താരിഹിയത്തു സുലാസിയ. 3 കാര്യങ്ങള് നജീബ് മഹ്ഫൂദിന്റെ താരിഹിയ സുലാസിയ എന്നറിയപ്പെടുന്നുണ്ട്. അബുസുൽ അഖ്ദാർ, റാദ്വീസ്, കഫാഹുൽ തൊയ്യിബ എന്നുള്ളത്. അബുസുൽ അഖ്ദാർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ റിവായ ആയിട്ടാണ് അറിയപ്പെടുന്നത്. നജീബ് മഹ്ഫൂദിന്റെ താരിഹി അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കലുണ്ട്. അപ്പൊ താരിഹി ആയിട്ട് വരുന്നതാണ് അബുസുൽ അഖ്ദാർ, റാദ്വീസ്, കഫാഹുൽ തൊയ്യിബ എന്നുള്ളത്. ഇനി സുലാസിയത്തുൽ കാഹിറ, നജീബ് മഹ്ഫൂദിന്റെ സുലാസിയാത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതാണ് ബൈനൽ ഖസ്റൈൻ, ഖസ്റു ഷൗക്ക്, അസുക്രിയ എന്നുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ മറ്റു വർക്കുകളാണ് ഖാനുൽ ഖലീലി, അൽ ഖാഹിറ അൽ ജദീദ, സക്കാത്തുൽ മുദക്ക്, ബിദായ വ നിഹായ, അൽ ഇസ് വൽ കിലാബ്, ഔലാദു ഹാറത്തിന, ഹറാഫീഷ് എന്നുള്ളത്. ഇനി നജീബ് മഹ്ഫൂദിന്റെ തന്നെയാണ് കഥാസമാഹാരങ്ങളാണ് ഹിംസുൽ ജുനൂന്, ദുനിയല്ല, അശ്ശൈത്താനു യഇലു, സബാഹുൽ വർദ്, അൽ ഫജ്റുൽ കാദിബ്. ഫജ്റുൽ കാദിബും ഹിംസുൽ ജുനൂനും ദുനിയല്ല എല്ലാം നോട്ട് ചെയ്യാം. ഹിംസുൽ ജുഫൂൻ ആരുടേതാണ്? അതെ, ഹിംസുൽ ജുഫൂൻ എന്നുള്ളത് മീഹാൽ വഴിമയുടെ കവിതയാണ്. എന്നാൽ ഹിംസുൽ ജുനൂന് എന്നുള്ളത് നജീബ് മഹ്ഫൂദിന്റെ കഥാസമാഹാരമാണ്. ഇനി മറ്റൊരു ചോദ്യം, മൗസിമുൽ ഹിജ്റ ഇല ഷമാൽ റിവായ അറബിയ മഷ്ഹൂറ ലി, ആരുടെ രചനയാണ് മൗസിമുൽ ഹിജ്റ ഇല ഷമാൽ എന്നുള്ളത്? നജീബ് മഹ്ഫൂദ്, തൗഫീഖുൽ ഹക്കീം, അദ്വയ്യിബ് സ്വാലിഹ്, നജീബ് അൽ കീലാനി. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അത്വയ്യിബ് സ്വാലിഹ്. 1929 ജനിക്കുന്നു, 2009 മരണപ്പെടുന്നു. ലുക്കിബി അബ്കരിയു റിവായത്തുൽ അറബിയ, നോട്ട് ചെയ്യണേ, അബ്കരിയത്തു റിവായൽ അറബിയ എന്നറിയപ്പെടുന്നത് അത്വയ്യിബ് സ്വാലിഹ് ആണ്. റായിദു റിവായ താരിഹി ആരായിരുന്നു? ജോർജ് സൈദാൻ. അതെ, ആണ്. എന്നാൽ അബ്കരിയു റിവായൽ അറബിയ എന്നറിയപ്പെടുന്നത് ത്വയ്യിബ് സ്വാലിഹ് ആണ്. അദീബുൻ സൂഡാനിയുൻ, ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ ആളുകളല്ല, സുഡാൻകാരനാണ് ത്വയ്യിബ് സ്വാലിഹ്. ആഷിഫി ബരീദോനിയ വ ഖത്തർ വ ഫറൻസ, ഫ്രാൻസിലും ഖത്തറിലും ബ്രിട്ടനിലൊക്കെ ത്വയ്യിബ് സ്വാലിഹ് ജീവിച്ചിട്ടുണ്ട്. മിൻ റിവായത്തിൽ മഷ്ഹൂറ, പ്രധാനപ്പെട്ട പ്രശസ്തമായ അദ്ദേഹത്തിന്റെ നോവലാണ് മൗസിമുൽ ഹിജ്റ ഇല ഷമാൽ എന്നുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇസ്ലാമിക നോവലില് പ്രശസ്തമായ വ്യക്തിയാണ് നജീബ് അൽ കീലാനി. 1931 ജനിക്കുന്നു, 1995 മരണപ്പെടുന്നു. റുവായിൻ ഉലിദ ഫി ഖറിയത്തി ഷർഷാബ മിസ്ർ, മിസ്രിലെ ഷർഷാബയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ നജീബ് മഹ്ഫൂദ് ആണെങ്കിലും നജീബ് കീലാനി ആണെങ്കിലും മിസ്റുകാരാണ്.
റിവായാത്ത് അത്തൊരീഖുത്തൊബീൽ, നജീബ് കീലാനിയുടെ ആദ്യത്തെ നോവലാണ് അത്തൊരീഖുത്തൊബീൽ എന്ന് പറയുന്നത്. അൽ യൗമുൽ മൗഊദ്, അമ്മാലക്കത്തുൽ ഷമാൽ, ഖാത്തിലു ഹംസ, അദ്റാഉ ജാക്കർത്ത, അമീറത്തുൽ ജീൽ എന്നുള്ളതൊക്കെ ഇദ്ദേഹത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഇതെല്ലാം എക്സാമിന് ചോദിക്കലുണ്ട്. അമീറത്തുൽ ജബൽ ആയാലും അദ്റാഉ ജാക്കർത്ത, ഖാത്തിലു ഹംസ, അൽ യൗമുൽ മൗഊദ്, അത്തൊരീഖുത്തൊബീൽ എല്ലാം നോട്ട് ചെയ്യാം. ഇദ്ദേഹത്തിന്റെ കഥകളാണ് ഇന്ദ റഹീൽ, മൗഇദുന ഓദൻ, അൽ ആലമുൽ ലൊയ്യിഖ്, റിജാലുള്ള എന്നുള്ളതെല്ലാം. നജീബ് കീലാനി എന്നുള്ളത് റിവായ ഇസ്ലാമിയയിലാണ് അറിയപ്പെടുന്നത്. മറ്റൊരു വ്യക്തി സൗദ് സനൂസി, 1981 ജനനം. കാത്തിബുൻ റുവായിൻ കുവൈത്തിയുൻ. അപ്പൊ നമ്മൾ ഇതുവരെ കുവൈത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കുവൈത്തിലെ നോവലിസ്റ്റ് ആണ് സൗദ് സനൂസി എന്ന് പറയുന്നത്. 2013 ഫാസബിൽ ജായിസത്തിൽ ആലമിൽ റിവായത്തിൽ അറബി ഫി ദൗറത്തി സാദിസ റിവായത്തി സാക്കൽ ബാംബു. തന്റെ രചനയായിട്ടുള്ള സാക്കൽ ബാംബുവിന് ജായിസത്തുൽ ആലമിയ കിട്ടിയിട്ടുണ്ട്. അതായത് വേൾഡ് പ്രൈസ് തന്നെ അറബിക് നോവലിൽ കിട്ടിയിട്ടുണ്ട്. 2013 സാക്കൽ ബാംബു എന്നുള്ള ആ ഒരു രചനക്കായിരുന്നു. അദ്ദേഹത്തിന്റെ വർക്കുകളാണ് സിജ്ജീനുൽ മറായ എന്നുള്ളതും സാക്കൽ ബാംബു എന്നുള്ളതും. നോവലുകളാണ് സിജ്ജീനുൽ മറായ, സാക്കൽ ബാംബു. സാക്കൽ ബാംബു ആരതാന്ന് വെച്ചാൽ സൗദ് സനൂസി. ഇദ്ദേഹത്തിന്റെ നാട് എവിടെന്ന് ചോദിക്കലുണ്ട്. സൗദ് സനൂസി കുവൈത്തുകാരനാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജോഹ അൽ ഹാരിസി. 1978 ജനിക്കുന്നത്. ഹിയ കാത്തിബ വ അക്കാദമിയ ഒമാനിയ. അപ്പൊ ഒമാനിലുള്ള ഒരു എഴുത്തുകാരിയും അക്കാഡമിസ്റ്റുമാണ് ജോഹ അൽ ഹാരിസി. ഹിയ ഔവലു കാത്തിബ ഔ കാത്തിബുൻ അറബിയുൻ യഫൂസു ബി ജായിസത്തി മാൻ അൽ ബുക്കർ അൽ ആലമിയ അൻ കിതാബിഹി സയ്യിദാത്തുൽ ഖമർ. ഇമ്പോർട്ടന്റ് ആണ്. 2019 സയ്യിദാത്തുൽ ഖമർ എന്ന് പറയുന്ന അവരുടെ രചനയ്ക്ക്, അവരുടെ ആ ഒരു കൃതിക്ക് മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അവരാണ് ജോഹ അൽ ഹാരിസി. 2019 കിട്ടുന്നത്. സയ്യിദാത്തുൽ ഖമർ ആയിരുന്നു അവരുടെ ആ പ്രശസ്തമായ ആ ഒരു രചന എന്ന് പറയുന്നത്. ഒമാനുകാരിയാണ് ജോഹ അൽ ഹാരിസി. മാൻ ബുക്കർ പ്രൈസ് ആണ് സയ്യിദാത്തുൽ ഖമറിന് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു ചോദ്യം, മൻ ഹാസ് ബിജാസത്തുൽ ബുക്കൽ അറബിയ. ഇവിടെ ചോദിക്കുന്നത് ജാസത്തുൽ ബുക്കൽ അറബിയ 2021 കിട്ടിയിട്ടുണ്ട്. ദഫാത്തിറുൽ വറാഖ് എന്ന് പറയുന്ന നോവലിനാണ് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ ഓദർ ആരാണെന്നാണ് ചോദിക്കുന്നത്. സാലിം ജിബ്രാൻ, ജലാൽ ബർജസ്, ഹന്ന ഫാഹൂരി, ഹന്നാമീന. ദഫാത്തിറുൽ വറാഖ് എന്ന് പറയുന്നത് ആരുടെ രചനയാണ്? നമുക്ക് ആൻസർ നോക്കാം. സോറി, ഇതിന്റെ ആൻസർ കൊടുത്തിട്ടില്ല കേട്ടോ. ജലാൽ ബർജസിലാണ് ദഫാത്തിറുൽ വറാഖ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്, നമ്മൾ മോഡേൺ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ വിട്ടുപോകാത്ത ഒരു വ്യക്തിയാണ് തോഹ ഹുസൈന്. 1889 ജനിക്കുന്നത്. 1964 മരണപ്പെടുന്നത്. ഉലിദ ഫി മുഗാഹ, മിസ്രിലെ മുഗാഹയിലാണ് തോഹ ഹുസൈൻ ജനിക്കുന്നത്. അമീദുൽ അദബുൽ അറബിൽ ഹദീസ്. ഇപ്പൊ നമ്മളിപ്പോ നോവലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേരുകൾ പഠിച്ചിരുന്നു. എന്നാൽ അമീദുൽ അദബുൽ അറബിൽ ഹദീസ് എന്നറിയപ്പെടുന്നത് തോഹ ഹുസൈൻ ആണ്. യഫ്തഖിറു ബി തുറാസുൽ ഫറായിന. ഈജിപ്തിലെ ഫറോവ, അതായത് ഫറോവയുടെ ആ ഒരു പൈതൃകമൊക്കെ അഭിമാനം കൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു തോഹ ഹുസൈൻ. വസീർ തർബവിയ തഅലീം ഫി മിസ്ർ. 1950 കാലയളവില് മിസ്രിയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. യതഹദ്ദസു അൻ ഖളിയത്തുൽ ഇംതിഹാൽ. നമ്മൾ ഇംതിഹാൽ പറയുന്നത് പ്ലാജിയാരിസം പറയും, സാഹിത്യമോഷണം. അതിന്റെ ഖളിയത്തിനെ കുറിച്ച് സംസാരിച്ച വ്യക്തിയായിരുന്നു തോഹ ഹുസൈൻ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഫിഷീറിൽ ജാഹിലി, അലാ ഹാമിഷ് സീറ, അശ്ശൈഖാൻ, അലി വബനു, ഹദീസുൽ അർബിയാ, മഅൽ മുതനബി, സൗത്ത് അബിൽ അല, ദിക്ര അബിൽ അല, ഫൽസഫത്ത് ഇബ്നു ഖൽദൂൻ, മുസ്തഖ്ബിലു സഖാഫ ഫി മിസ്ർ, അൽ ഖസ്റുൽ മസ്ഹൂർ.
അൽ ഖസ്റുൽ മസ്ഹൂർ എന്നുള്ളത് തൗഫീഖുൽ ഹക്കീമും തോഹ ഹുസൈനും ഒരുമിച്ച് എഴുതിയ രചനയാണ് അൽ ഖസ്റുൽ മസ്ഹൂർ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, തൗഫീഖുൽ ഹക്കീമും തോഹ ഹുസൈനും ഒരുമിച്ച് എഴുതിയ രചന ഏതാണെന്ന്. അൽ ഖസ്റുൽ മസ്ഹൂർ ആണ് ആൻസർ. ഇബ്രാഹിം അബ്ദുൽ ഖാദർ അൽ മാസിനി 1890 ജനിക്കുന്നു, 1949 മരണപ്പെടുന്നു. ഹുവ മിസ്രിയൻ ഉലിദ ഫിൽ കാഹിറ. കെയ്റോയിലെ ആണ് ജനനം. മിസ്രിലെ കെയ്റോയിലാണ്, മിസ്രുകാരനാണ് ഇദ്ദേഹം. അസസ മദ്രസത്വ ദീവാൻ പഠിച്ചിട്ടുണ്ട്. അബ്ബാസ് മഹ്മൂദ് ലക്കാദും ഇബ്രാഹിം അബ്ദുൽ ഖാദർ മാസിനിയും അബ്ദുറഹ്മാൻ ഷുക്രിയും കൂടി ഉണ്ടാക്കിയ ഒരു സാഹിത്യ സംഘടനയാണ് മദ്രസത്വ ദീവാൻ. ഹാജമ അല അൽ മൽഫലൂത്തി വ തോഹ ഹുസൈൻ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അബ്ബാസ് മഹ്മൂദ് ലക്കാദ് ദീവാനിലൂടെ ആക്ഷേപിച്ചിട്ടുള്ളത് അഹമ്മദ് ഷൗക്കിയാണ്. എന്നാൽ ഇബ്രാഹിം അബ്ദുൽ ഖാദർ മാസിനി അദ്ദേഹത്തിന്റെ അദ്ദീവാൻ എന്നുള്ള ആ ഒരു രചനയിലൂടെ ആക്ഷേപിച്ചിട്ടുള്ളത് മൻഫലൂത്തിയെയും തോഹ ഹുസൈനെയൊക്കെയാണ്. ബഅദ ഇത്മാമി ദിറാസതി സാനവിയ ദഖല കുല്ലിയത്ത് തിബ്ബ്. സെക്കൻഡറി പഠനത്തിന് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ലാക്കിന്നഹു തറക ലിനുഫൂസി മിൻ മൻലറി ദിമാഗ് ഫി ദുറൂസി തശ്രീഹ്. പക്ഷെ എന്തായിരുന്നു, ഇദ്ദേഹത്തിന് അവിടെ ബ്ലഡ് കണ്ട സമയത്ത് തല കറങ്ങിയ ആ ഒരു സംഭവം ഉണ്ടായിരിക്കുമ്പോൾ അതിൽ നിന്ന് ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യാതെ അവിടെ നിന്ന് ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. സുമ്മ ഇൽതാഖബി മദ്രസത്തിൽ മുഅല്ലിമീനൽ ഉല്യ. പിന്നീട് അദ്ദേഹം മദ്രസത്തിൽ മുഅല്ലിമീനൽ ഉല്യയിൽ ജോയിൻ ചെയ്യുകയും വതഹറജ മിൻഹാ മുഅല്ലിമൻ ലിതർജമ. ട്രാൻസ്ലേഷന്റെ ഒരു ടീച്ചറായിട്ട് അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ട്. ആസാറുഹു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഖബ്ലുരീഹ്. മാസിനിയുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഖബ്ലുരീഹ്. അത് തോഹ ഹുസൈൻ നെക്കത് എഴുതിയിട്ടുള്ളതാണ്. ഇബ്രാഹിം അൽ കാത്തിബ്, ഇബ്രാഹിം അസാനി, ഫിത്തൊരീഖ്, സുലുസ് റിജാൽ വ മർഅ, മിനൻ നാഫിദ, ഉസ്താദുൽ ഹഷീം, ഹുയൂത്തുൽ അൻകബൂത്ത്. ഈ ഉസ്താദുൽ ഹഷീം, ഇബ്രാഹിം അൽ കാത്തിബ്, ഖബ്ലുരീഹ് ഒക്കെ എപ്പോഴും ചോദിക്കലുണ്ട്, നോട്ട് ചെയ്യുക. ഇബ്രാഹിം അബ്ദുൽ ഖാദർ മാസിനിയുടേതാണ് ഖബ്ലുരീഹ്, ഇബ്രാഹിം അൽ കാത്തിബ്, ഉസ്താദുൽ ഹഷീം എന്നുള്ളത്. ഇനി അബ്ബാസ് മഹ്മൂദ് ലക്കാദ് 1889 ജനിക്കുന്നു, 1964 മരണപ്പെടുന്നു. ഉലിദ ഫി അസ്വാൻ. മിസ്രിലെ അസ്വാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ലം യതിമ ദിറാസതു ഇല്ലാ സാനവിയ. സെക്കൻഡറി അല്ലാതെ ഇദ്ദേഹത്തിന് പഠനം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഹാജറ ഇല സൂഡാൻ മഹാഫത്ത് ഹിറ്റ്ലർ. ഹിറ്റ്ലറിനെ ഭയപ്പെട്ടുകൊണ്ട് സുഡാനിലേക്ക് ഇദ്ദേഹം ഹിജ്റ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ആ ഒരു ഫോട്ടോയില് അബ്ബാസ് മഹ്മൂദ് അക്കാദിന്റെ അന എന്ന് പറയുന്ന ഒരു കിതാബ് കൊടുത്തിട്ടുണ്ട്. അന എന്നുള്ളത് അക്കാദിന്റെ സീറാദാത്തിയാണ്. മിൻ റുവാദി മദ്രസത്തു ദീവാൻ. മദ്രസ് ദീവാന്റെ നേതാക്കന്മാരിൽപ്പെട്ട ഒരു പ്രധാന വ്യക്തിയാണ് അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ്. മജ്മുഅതി ഷെയ്രിയ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് വഹിയുൽ അർബഈൻ എന്നുള്ളത്. ദെൻ ഹദിയത്തുൽ കർവാൻ, അആസിറു മഗ്റബ് എന്നുള്ളത്. ഇനി മറ്റു രചനകളാണ് അല്ലാഹു, ഹഖായിഖുൽ ഇസ്ലാം, അൽ ഫൽസഫത്തുൽ ഖുർആനിയ, അൽ ഇസ്ലാമു ഫിൽ ഖർനിൽ ഇശ്രീൻ, സാറ, അബ്കരിയാത്ത്, യൗമിയാത്ത് എന്നുള്ളത്. ഈ അബ്കരിയാത്ത് എന്നുള്ളത് എപ്പോഴും ചോദിക്കലുണ്ട്. വഹിയുൽ അർബഈന് അബ്ബാസ് മഹ്മൂദ് അക്കാദിന്റേതാണ്. വഹിയുൽ കലം ആരുടേതാ പഠിച്ചത്? വഹിയുൽ കലം എന്നുള്ളത് മുസ്തഫ സാദിഖ് റാഫിയുടേതാണ്. ഇവിടെ നമ്മൾ ഹദിയത്തുൽ കർവാൻ പഠിക്കുന്നത് അബ്ബാസ് മഹ്മൂദ് അക്കാദിന്റെയാണ്. ദുആഉൽ കർവാൻ ആരുടെ പഠിച്ചത്? അതെ, ദുആഉൽ കർവാന് തോഹ ഹുസൈൻ. ഇനി മറ്റൊരു വ്യക്തിയാണ് മുഹമ്മദ് മൻദൂർ. 1907 ജനിക്കുന്നു, 1965 മരണപ്പെടുന്നു. മിസ്രിയാണ്. നാക്കിദുൻ ഉലിദ ഫി കഫർ മൻദൂർ. മിസ്രിലെ കഫർ മൻദൂറിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഒരു നിരൂപകനായിരുന്നു. 1934 അദ്ദേഹത്തിന് കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. മുഹമ്മദ് മൻദൂറിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് അന്നഖുദുൽ മൻഹജി ഇന്ദൽ അറബ്. എപ്പോഴും ചോദിക്കുന്ന ഒരു രചനയാണ് അന്നഖുദുൽ മൻഹജി ഇന്ദൽ അറബ് ആരുടെയാണെന്ന്. മുഹമ്മദ് മൻദൂറിന്റേതാണ്. ഫിൽ മീസാനുൽ ജദീദ്, ഫിൻ നഖ്ദിൽ അദബി, ഫന്നു ഷിഅർ, അൽ അദബു വ ഫുനൂനുഹു. ഇവിടെ നഖ്ദിന്റെ ഒരുപാട് പുസ്തകങ്ങളാണ് നമ്മൾ പറയുന്നത്, ഒരിക്കലും കൺഫ്യൂസ് ആകരുത്. ഫിൻ നഖ്ദിൽ അദബി എന്നുള്ളതാണ് മുഹമ്മദ് മൻദൂറിൻ്റെത്. ഇതിനോട് സാമ്യമുള്ള മറ്റു രചനകൾ മറ്റുള്ള ആളുകൾക്കുണ്ട്. അപ്പോൾ ഫിൻ നഖ്ദിൽ അദബി എന്നുള്ളതാണ് മുഹമ്മദ് മൻദൂറിൻ്റെത്. അന്നഖദ് വൻ നുക്കാദുൽ മുആസിറൂൻ ഫിൽ മസ്റഹിൽ മിസ്രി അൽ മുആസിർ എന്നുള്ളതെല്ലാം മുഹമ്മദ് മൻദൂറിന്റെ പ്രധാനപ്പെട്ട നഖ്ദിലുള്ള രചനയാണ്. ഒരു നാക്കിദാണ് മുഹമ്മദ് മൻദൂർ.
ഇനി ഒരു ചോദ്യം, കിതാബ് ലുഹൽ ഇസ്ലാം മിൻ മുഅല്ലഫാത്തി, ആരുടെ രചനകളിൽ പെട്ടതാണ് ലുഹൽ ഇസ്ലാം എന്നുള്ളത്? ഉമർ അബുരീഷ, അഹ്മദ് അമീൻ, മീഹായിൽ ഉഐമ, ഇലിയ അബു മാലി. നമുക്ക് ആൻസർ നോക്കാം. അഹ്മദ് അമീൻ, എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. ലുഹൽ ഇസ്ലാം അഹ്മദ് അമീന്റേതാണ്. അഹ്മദ് അമീൻ 1886 ജനിക്കുന്നു, 1954 മരണപ്പെടുന്നു. മിസ്രിലെ സമഹ്റാത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത്. മുദീർ മജലത്തു അസഫൂർ, മജലത്തു അസഫൂറിന്റെ മാനേജർ ആയിരുന്നു അഹ്മദ് അമീൻ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഫജ്റുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം, ലുഹുറുൽ ഇസ്ലാം. അത് 3 സമയം വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. ഫജ്ർ, ലുഹ, ലുഹർ. ദെൻ ഹയാത്തി എന്നുള്ളത് അഹ്മദ് അമീന്റെ സീറാദാത്തിയാണ്. അൻ-നഖ്ദുൽ അദബി, ഫൈദുൽ ഹാത്തിർ, സുഅമാഉൽ ഇസ്ലാം ഫിൽ അസ്ൽ ഹദീസ്. അഹ്മദ് അമീനെ കുറിച്ച് ചോദിക്കുന്ന രചനകളെല്ലാം ഇവിടെ പ്രധാനമായുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫജ്റുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം, ലുഹുറുൽ ഇസ്ലാം, ഹയാത്തി, അൻ-നഖ്ദുൽ അദബി, ഫൈദുൽ ഹാത്തിർ, സുഅമാഉൽ ഇസ്ലാം ഫിൽ അസ്ൽ ഹദീസ്. ഇനി അഹ്മദ് സക്കി അബു ഷാദി 1892 ജനിക്കുന്നു, 1955 മരണപ്പെടുന്നു. ഉലിദ ഫിൽ ഖാഹിറ, കെയ്റോയിലാണ് ജനിക്കുന്നത്. തലക്ക തിബ് ഫി ലണ്ടൻ, ലണ്ടനിലെ നിന്നാണ് അദ്ദേഹം മെഡിസിൻ പഠിച്ചത്. കാന ഷാഇറു ത്വബീഅത്ത് വൽ വുജ്ദാൻ, ഷാഇറു ത്വബീഅത്ത് വൽ വുജ്ദാൻ ആയിരുന്നു അദ്ദേഹം. അതായത് പ്രകൃതിയും അതുപോലെ തന്നെ ലവ്, അഫെക്ഷൻസ്, അതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അസസ് ജമാഅത്തു അപ്പോളോ, നമുക്കറിയാം 1932 അപ്പോളോ മൂവ്മെന്റ് സ്ഥാപിക്കുന്നത് അഹ്മദ് സക്കി അബു ഷാദിയാണ്. ദീവാനു അഹ്മദ് സക്കി അൽ അവൽ അൻദാ ഉൽ ഫജ്ർ, അഹ്മദ് സക്കി അബു ഷാദിയുടെ ആദ്യത്തെ ദീവാനാണ് അൻദാ ഉൽ ഫജ്ർ. 1912 അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അൻദാ ഉൽ ഫജ്ർ, അഹ്മദ് സക്കി അബു ഷാദി. ഇനി സലാമ മൂസ 1887 ജനിക്കുന്നു, 1958 മരണപ്പെടുന്നു. അദീബുൻ വ കാത്തിബുൻ വ മുസ്ലിഹുൻ മിസ്ലിൻ, മിസ്രിലെ സാമൂഹിക പരിഷ്കർത്താവും എഴുത്തുകാരനും സാഹിത്യകാരനൊക്കെ ആയിരുന്നു സലാമ മൂസ. അദ്ദേഹം ബഹൻബായ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. റായിദു അൽ ഇസ്റാഖിൽ മിസ്രിയ, മിസ്രിലെ സോഷ്യലിസത്തിന്റെ റായിദായിരുന്നു സലാമ മൂസ. വഖദ് അസ്ദറ ഹവാലൈ 40 കിതാബൻ, 40ഓളം രചനകൾ അദ്ദേഹത്തിനുണ്ട്, സലാമ മൂസക്കുണ്ട്. അതിൽ പെട്ടതാണ് അൽ ഇഷ്തിറാക്കിയ. സോഷ്യലിസം എന്നൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് സലാമ മൂസയാണ്. അൽ ഇഷ്തിറാക്കിയ, സലാമ മൂസ. അൽ മർഅത്തു ലൈസത്തു ലുഅബത്തുൻ മിനർ റിജാൽ, അതൊക്കെ നമുക്ക് മീനിങ് വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയതാണ്. അൽ മർഅത്തു ലൈസത്തു ലുഅബത്തുൻ മിനർ റിജാൽ, പുരുഷന്മാരുടെ ഒരു കളിപ്പാവയല്ല സ്ത്രീകൾ എന്ന് പറയുന്നതൊക്കെ എഴുതിയത് സലാമ മൂസയാണ്. ഹൗലായി അല്ലിമൂനി എന്നുള്ളതും സലാമ മൂസയുടെ മറ്റൊരു വർക്കാണ്.